എന്താ അറിയില്ല, റീഇൻകാർണേഷൻ എന്ന് പറഞ്ഞ പ്ലോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കാണാൻ പോകുന്ന ആനിമി ഒരു റീഇൻകാർണേഷൻ ആണ്. ഒരു സ്ലൈമായിട്ട് റീഇൻകാർണേറ്റ് ആയിട്ടുള്ള ഒരു ചെറുക്കൻ്റെ കഥ. ആനിമിന്റെ കണ്ടന്റ് കഴിഞ്ഞാലുള്ള പിന്നെ ആനിമിന്റെ പേര് എന്ന് വെച്ചാൽ ദാറ്റ് ടൈം ഐ ഗെറ്റ് റീഇൻകാർണേറ്റഡ് ആസ് എ സ്ലൈം എന്നാണ്. എന്നാൽ നമുക്ക് കൂടുതലൊന്നും പറയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ആനിമീന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് മൊത്തത്തിൽ നശിച്ചു പോയിട്ടുള്ള ഒരു സിറ്റിയാണ്. അവിടെ മൊത്തം തീ പിടിച്ചിട്ട് മേലെ നിന്ന് വിസൈൽസ് എല്ലാം വീഴുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് ഒരു പെൺകുട്ടി അമ്മയെ ഓടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് പറയുന്ന മൊത്തത്തിൽ തീയെല്ലാം പിടിച്ച് ഭയങ്കര നാശനഷ്ടമായിരുന്നു. അതിന്റെ ഇടയിൽ തന്നെ ആ പെൺകുട്ടി ഓടുമ്പോൾ അവളെ അമ്മ എന്ത് ചെയ്ത് ഒരു മരത്തിന്റെ ഇടയിൽ പെട്ടുപോയി. എന്നിട്ട് ആ പെൺകുട്ടിക്കാരനെ പറയുന്ന മോം എവിടെയാണ് നിങ്ങൾ എവിടെ പോയി എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നതാണ്. അപ്പൊ പെട്ടെന്ന് ആ പെൺകുട്ടിയെ ചുറ്റിനും ഒരു മാജിക്കൽ സർക്കിൾ പോലെ തന്നെ ഒരു ഫയറിങ് ചുറ്റിനും ആ കുട്ടീനെ ചുറ്റിയിട്ട് ആ കുട്ടീനെ എവിടെയോ ടെലിപ്പോർട്ട് ആക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീടുള്ള സീനിൽ നമ്മളെ കാണിക്കുന്ന പ്രസന്റിലുള്ള നമ്മുടെ നായകനാണ്. നമ്മുടെ നായകൻ പറയുന്നതാണ്, ഞാൻ 37 വയസ്സുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ പറയാൻ മാത്രം ഒന്നും ഈ വയസ്സിൻ്റെ ഇടയിൽ ചെയ്തിട്ടില്ല. പറയാൻ ഒരു ഗേൾ ഫ്രണ്ട് പോലും എനിക്കില്ല. എല്ലാത്തിൽ നിന്നും മാറിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കൊളീഗിനെ കാണാനാണ് പോകുന്നത്. പിന്നീട് നമ്മൾ വേറൊരാളെ കാണിക്കുന്നത്, അതാണ് അവൻ്റെ കൊളീഗ്. അയാൾ പറയുന്നതാണ്, ഹലോ സാർ എങ്ങനെയുണ്ടെന്ന്. അന്നേരം അയാളുടെ അടുത്ത് തന്നെ ഒരു പെണ്ണുമുണ്ട്, അത് അവരുടെ ഗേൾ ഫ്രണ്ടാണ്. അപ്പം നമ്മുടെ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നതാണ്, എനിക്ക് തോന്നിയത് ഇവരുടെ മാരേജ് പ്രപ്പോസലിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത്. പിന്നീട് ഗേൾ ഫ്രണ്ട് എല്ലാം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ ഹീറോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതാണ്, എന്തായാലും ഇവരിങ്ങനെ മാരേജ് പ്രപ്പോസൽ നടത്തുന്നുണ്ട് തന്നെ എനിക്ക് ഇവർ ട്രീറ്റ് എന്തായാലും തരും, എനിക്കിന്ന് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഫുഡ് കഴിക്കാൻ പറ്റുന്നു. പിന്നീട് ഇവരിങ്ങനെ നടക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം തന്നെ ഒരുത്തൻ ഇങ്ങനെ ഓടി വരുന്നുണ്ട് കത്തിയും പിടിച്ചിട്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും ജയിലിലാടിയ ഒരാളാണെന്ന്. അയാൾ ഓടിപ്പോയിട്ട് നമ്മളെ കൂട്ടുകാരൻ്റെ ഗേൾ ഫ്രണ്ടിനെ നേർക്കാണ് പോകുന്നത്. അവരെന്തായാലും ചാവുന്നു തോന്നുന്നുണ്ട്. ഉന്തിയിട്ട് നമ്മുടെ നായകൻ മുന്നോട്ടേക്ക് വന്നിട്ട് നായകന് കത്തി കൊള്ളുന്നതാണ് കാണിക്കുന്നത്. നായകൻ നിലത്ത് വേണ്ടി പറയുന്നതാണ്, എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്, വേദന എടുക്കുന്നുണ്ട്, എൻ്റെ ബ്ലഡ് വളരെയധികം ചൂടാ. പിന്നീട് എവിടുന്നോ ഒരു അൺനോൺ വോയിസ് ആണ് കേൾക്കുന്നത്. ആ വോയിസ് പറയുന്നതാണ്, പെയിൻ നളിഫിക്കേഷൻ ആക്റ്റീവ് ആയിരിക്കുന്നു. പിന്നീട് നമ്മുടെ നായകനാണ് പറയുന്നത്, ഇത് എവിടുന്ന് ഈ ശബ്ദമെല്ലാം കേൾക്കുന്നത്, ഞാനിപ്പോൾ എന്തായാലും മരിക്കാൻ പോകുന്നത്, എനിക്ക് ഇത്രയും പെട്ടെന്ന് മരിക്കണം എന്ന് ആഗ്രഹമില്ലേനു, ഈ ബ്ലഡിൻ്റെ ഒഴുക്ക് കണ്ടിട്ട് ഞാൻ ഇപ്പം മരിക്കുന്നു തന്നെയാണ് തോന്നുന്നത്. പിന്നീട് അതേ ശബ്ദമാണ് പറയുന്നത്, സെൽഫ് റെസിസ്റ്റൻ്റ് ആൻഡ് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ആക്റ്റീവ് ആയിരിക്കുന്നു. പിന്നീട് അവരുടെ കൂട്ടുകാരാണ് കാണിക്കുന്നത്. കൂട്ടുകാർ ആകെ ഇതായിട്ട് പറയുന്ന, എന്തെങ്കിലും ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോകണ്ടെന്നല്ലോ. അവിടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് നമ്മുടെ നായകൻ പറയുന്നതാണ്, നീ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയിട്ട് വെള്ളത്തിലിടണം ബാട്ടപ്പിൽ. ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ നീ ഇത് ചെയ്യില്ലേ? അപ്പം നമ്മുടെ നായകൻ്റെ കൂട്ടുകാരൻ പറയുന്നതാണ്, ഞാനിത് ചെയ്തോളൂന്ന്. പിന്നീട് അതേ ശബ്ദമാണ് കേൾക്കുന്നത്. ശബ്ദം പറയുന്നതാണ്, എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയിന്ന്. അപ്പോൾ നമ്മുടെ നായകൻ പറയുന്നതാണ്, എൻ്റെ ശരീരം മൊത്തം ഡിസോൾവ് ആകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്, മൊത്തം ഇല്ലാണ്ടാകുന്ന പോലെ, കാലും കൈയൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ നായകനാണ് പിന്നീട് കാണിക്കുന്നത്. നായകൻ പറയുന്ന, എനിക്കിപ്പോൾ എന്താ ഒരു സ്ലൈം പോലെ എന്നെ ഫീൽ ചെയ്യുന്നത്, എൻ്റെ ശരീരം മൊത്തം ഒരു സ്ലൈം പോലെ എനിക്കിപ്പോൾ തോന്നുന്നതെന്ന്. പിന്നീട് നായകൻ നിൽക്കുന്ന ചെടി മൊത്തം നായകൻ്റെ ഉള്ളിൽ അബ്സോർബ് ആകുന്നതാണ് കാണിക്കുന്നത്. നായകൻ ഇതെല്ലാം അബ്സോർബ് ആകുന്ന കണ്ടിട്ട് പറയുന്നതാണ്, എന്ത് ഒരു ചെടി മൊത്തം എൻ്റെ ഉള്ളിൽ അബ്സോർബ് ആയ, നോർമൽ ഹ്യൂമൻസ് ഒന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇപ്പൊ സ്ലൈമായിട്ടാണ് മാറിയിരിക്കുന്നത്. 37 വയസ്സുള്ള ഒരു നല്ല ബോഡിയുള്ള ജിമ്മൻ ചെറുക്കനെ ഞാനങ്ങനെ ഇങ്ങനെയായി മാറിയേ. ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ നായകൻ വളരെയധികം ഫണ്ണി ആയിട്ട് ദേഷ്യപ്പെടുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നായകൻ ചിന്തിക്കുന്നതാണ്, ഇതെല്ലാം എവിടെയാ പോകുന്നേ. അന്നേരം നമ്മുടെ നായകന് പിന്നെ അൺനോൺ വോയിസ് പറയുന്നതാണ് കേൾക്കുന്നത്. പ്രെഡിറ്ററിന് പറഞ്ഞ എബിലിറ്റി അറിയണം, ഈ ചെടികളെല്ലാം നിന്റെ സ്റ്റൊമക്കിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. പിന്നീട് നമ്മുടെ സ്ലൈമി വയ്ക്കുന്നതാണ്, ഈ സംസാരിക്കുന്ന ആരാന്ന്. ആ അൺനോൺ വോയിസ് പറയുന്നതാണ്, ഞാനാണ് നിന്റെ എബിലിറ്റി ഗ്രിഡ് സേജ്, ഞാൻ കാരണം നിന്റെ റിഫ്ലക്സ് എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആവും, പിന്നെ നിനക്ക് എന്നോട് സംസാരിക്കാനും പറ്റും. പിന്നീട് ഗ്രിഡ് സേജ് ആണ് പറയുന്നത്, നിന്റെ എബിലിറ്റി പ്രെഡിറ്ററിനെ കൊണ്ട് നിനക്ക് എന്ത് സാധനം അബ്സോർബ് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്ത സാധനം കൊണ്ട് നിനക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നീ ഇപ്പോൾ ഒരു പോയിസൺ ആയിട്ടുള്ള സാധനം അബ്സോർബ് ചെയ്താലും നിന്റെ ശരീരത്തിന് ഒരു ഹാമോ ആവില്ല, നിന്റെ ശരീരം പെർഫെക്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ലൈം പറയുന്നതാണ്, അങ്ങനെയാണ് അബ്സോർവ് ചെയ്ത ചെടീൻ്റെ ഗുണമെന്നാണ്. അപ്പോൾ ഗ്രെഡ് സേജ് പറയുന്നത്, നീ അബ്സോർവ് ചെയ്ത ചെടി എന്ന് വെച്ചാൽ അത് ഹീലിംഗ് ടൈപ്പ് ചെടികളിൽ ഏറ്റവും ബെസ്റ്റാണ്, അത് മാജിക്കൽ ആയിട്ടുള്ളതാണ്. എത്ര വലിയ മുറിവാണെങ്കിലും 100% എന്തായാലും ഹീൽ ചെയ്യും. ഇതിൻ്റെ അകത്ത് വരുന്ന ആൻറ്റിഡോട്ട് എന്ന് വെച്ചാൽ വളരെയധികം വിലയുള്ളതാണ്. ഇത് കേട്ടിട്ട് സ്ലൈം പറയുന്നതാണ്, അത് ശരി, എന്നാൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, ഇത് തന്നെ അബ്സോർവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ഇത് അബ്സോർവ് ചെയ്യാണ് ചെയ്തത് അവൻ.
അവിടെയുള്ള സാധനം എല്ലാം അബ്സോർവ് ചെയ്ത ശേഷം എന്ത് ചെയ്ത് ഇവനൊരു കല്ലുമ്പ് പോയിരിക്കുന്നതാണ്. ആ കല്ലുമ്പ് കയറുന്നപ്പോൾ അപ്പോൾ അതും ഇരുന്ന് അബ്സോർവ് ചെയ്ത് അപ്പോൾ അത് അബ്സോർവ് ചെയ്തപ്പോൾ ഗ്രേറ്റ് സ്റ്റേജ് പറയുന്നതാണ് ഇതൊരു റയർ കല്ലാണ്. ഈ കല്ല് വെച്ചിട്ട് നമുക്ക് വലിയ വലിയ സോഡ്സ് ഉണ്ടാക്കാൻ ഭയങ്കര പവറുള്ള. നമ്മുടെ ചെക്കൻ സ്ലൈമോ അത് കേട്ട വാതി കേൾക്കാത്ത വാതി എല്ലാ സ്റ്റോൺസും എടുത്തിട്ട് അബ്സോർവ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ ചെക്കൻ ചെറുങ്ങനൊന്ന് വീണപ്പോൾ മുറിഞ്ഞു. അന്നേരം മുറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഹീലാവുകയും വേദന ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഗ്രേറ്റ് സ്റ്റേജ് പറയുന്നതാണ് നിനക്ക് പെയിൻ നളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിന്റെ ശരീരം പെട്ടെന്ന് ഹീലാവുന്നു. അപ്പൊ നമ്മുടെ ചെക്കൻ പറയുന്ന വാവ് ഇത് വളരെ കൂളാണല്ലോ. നമ്മുടെ ചെക്കൻ സ്ലൈമോവിന്റെ മുന്നോട്ടേക്ക് കടക്കുമ്പോൾ ഒരു സ്ഥലത്ത് തട്ടുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു മോൺസ്റ്റർ ആണല്ലോ. മോൺസ്റ്റർ പറയുന്ന നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. പിന്നീട് നമ്മുടെ നായകൻ സ്ലൈമാണ് പറയുന്നത് നീ ആരാടാ, നിന്റെ വിചാരം എനിക്ക് കണ്ണും കണ്ടുകൂടാ നിനക്ക് ചെവിയും കെട്ടൂടാ, എനിക്ക് പറയുന്നത് നീക്ക് മനസ്സിലാവില്ല എന്ന് നമുക്ക് അറിയാം, നീ ഒരു മന്ദബുദ്ധിയാണ്. അപ്പോഴാണ് ആ മോൺസ്റ്റർ പറയുന്നത് നീ എന്താ പറഞ്ഞ, നീ എന്നെ മന്ദബുദ്ധി എന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ സ്ലൈം പറയുന്ന കൂട്ടുകാരെ നിനക്കെന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടാ, എനിക്കറിയില്ലേനു നീ ഇങ്ങനെ മൈൻഡ് റീഡ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന്. ഓ സാരമില്ല, എന്നാ പിന്നെ ഞാൻ നിനക്ക് കാണാനുള്ള എബിലിറ്റി തന്നാലോ എന്ന്. അപ്പൊ നമ്മുടെ സ്ലൈം പറയുന്ന വാവ് ഇത് ഭയങ്കര ഓസമായിരിക്കുന്നു. അപ്പോഴാ മോൺസ്റ്റർ പറയുന്ന ഞാൻ നിനക്ക് എബിലിറ്റി ആയിട്ട് കാഴ്ച ശക്തി തരാം, പക്ഷെ നീ എബിലിറ്റി തന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ പാലിക്കണമെന്ന്. നീ ഒരിക്കലും എന്നെ കണ്ട് പേടിക്കുകയും ചെയ്യണം, എപ്പോഴെപ്പോഴും എന്നെ കാണാൻ വരികയും ചെയ്യണമെന്ന്. സ്ലൈം പറയുന്നതാണ് ഇത്രേ ഉള്ളൂ, ഈ കണ്ടീഷൻ എനിക്ക് ഓക്കെ ആണെന്ന്. അപ്പൊ സ്ലൈമിന് ആ മോൺസ്റ്റർ എന്ത് ചെയ്ത് ആ എബിലിറ്റി കൊടുക്കുന്നതാണ് കാഴ്ചേന്റെ. പിന്നീട് സ്ലൈം ചുറ്റും നോക്കിയിട്ട് പറയുന്നതാണ് വാവ് എന്ത് കളർഫുൾ ക്രിസ്റ്റൽസ്, ഫൈനലി എനിക്ക് കാഴ്ച ശക്തി കിട്ടി. പിന്നീട് അവൻ പോയി ഒരു വെള്ളത്തിൽ മുഖം നോക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം അവൻ പറഞ്ഞ ശരിക്കും ഞാനൊരു സ്ലൈമായി മാറിയെന്ന്. പിന്നെ പുറകോട്ട് നോക്കിയപ്പോൾ അത് ഒരു ഡ്രാഗനായിരുന്നു. ഇത്രയും അവനോട് സംസാരിച്ചു ആകെ പേടിച്ചിട്ട് പറയുന്നതാണ് കൂട്ടുകാരാ നീ ഒരു ഡ്രാഗനേനു ഒന്ന്. പിന്നീട് ഡ്രാഗൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഗ്രേറ്റ് 4 ഡ്രാഗൺസിൽ ഒന്ന് വെൻഡോറ. സ്ലൈം പറയുന്ന ഗ്രേറ്റ് 4 ഡ്രാഗൺസ് അത് ശരി, എന്നാ പിന്നെ ഞാൻ പിന്നെ കാണാൻ വരെ, ഞാൻ പിന്നെ വരെ എന്ന് പറഞ്ഞിട്ട് പോകാൻ നോക്കുന്നതാണ്. അപ്പൊ ഡ്രാഗൺ പറയുന്നതാണ് നീ എന്താ ഞാനൊരു മന്ദബുദ്ധിയെന്നാണ് വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്. സ്ലൈമിന്റെ അവസ്ഥ വളരെയധികം മോശമായി. ഇപ്പൊ സ്ലൈം പറയുന്ന അത് ശരി, എന്നാ ഞാൻ കുറച്ചേരയുടെ സംസാരിക്കാൻ ഇരിക്കാന്ന്. പിന്നീട് ഡ്രാഗനാണ് സ്ലൈമിനോട് പറയുന്നത് കൂട്ടുകാരാ ഞാൻ 300 വർഷമായി ഇവിടെ നിൽക്കുന്നു, ഇവിടെ ഞാൻ പെട്ട അവസ്ഥയില്ല, അതുകൊണ്ട് തന്നെ എനക്ക് ആരോടും സംസാരിച്ചില്ല, ഇത്ര 300 വർഷമായി ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ലാന്ന്. അപ്പൊ സ്ലൈം പറയുന്ന 300 വർഷ. ഡ്രാഗൺ പറയുന്നതാണ് എന്റെ കാര്യം വിട്, നിന്നിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ സ്ലൈം ആണെങ്കിൽ അതിനൊന്നും സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞ സംഭവമില്ല, ആടിയിടയും ചാടി കളിക്കല. പക്ഷെ നിന്നിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന്, നിനക്ക് മാജിക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിക്ക്. നമ്മുടെ സ്ലൈം പറയുന്നതാണ് സത്യം പറഞ്ഞാല് ഞാൻ പണ്ടൊരു ഹ്യൂമൺ ആയിരുന്നു, പക്ഷെ പിന്നീട് റീഇൻകാർണേറ്റ് ആയിന്ന് തോന്നുന്നു. ഇത് കിട്ടി ഡ്രാഗൺ പറയുന്നതാണ് ഓ അപ്പൊ നീ അതർ വേൾഡ് ആണ്, നീ അപ്പം വേറെ ലോകത്തുനിന്ന് വന്നതാണോന്ന്. അപ്പൊ സ്ലൈം പറയുന്ന ഓ വേറെ ലോകത്തുനിന്ന് ഇവിടെ ആൾക്കാർ വരുത്തുണ്ടോന്ന്. അപ്പൊ ഡ്രാഗൺ പറയുന്ന വരുത്തുണ്ട്, പക്ഷെ ഇതേപോലെ അൺയൂഷ്വൽ ആയിട്ട് ഇങ്ങനത്തെ ലോകത്തിൽ എത്തില്ല. കുറെ അധികം മെജിഷ്യൻസ് എല്ലാം മാജിക് ആയിട്ടാണ് റീഇൻകാർണേറ്റ് ആക്കുക, അവർക്കെല്ലാം സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ടാവും വേറെ ലോകത്തുനിന്ന് വരുന്നവർക്ക്. സ്ലൈം പറയുന്നതാണ് ഓ അതെല്ലാം ഓക്കെ, ഞാൻ വരുന്ന രീതിയിലല്ല അല്ലേ ആൾക്കാർ വരുക, ഓ അതെല്ലാം ഓക്കെ, പക്ഷെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നീ 300 വർഷമായിട്ട് ഇവിടെ ജയിലില്ലാന്നല്ലേ പറഞ്ഞേ, നീ എന്ത് വലിയ കുറ്റാ ചെയ്ത ഇങ്ങനെ ജയിലിലാക്കിയ നിന്നെ. അപ്പൊ നമ്മുടെ വെൻഡോറ ഡ്രാഗൺ പറയുന്നതാണ് ഓ നീ ഇപ്പം ചോദിച്ചല്ലോ, ഞാൻ എനിക്ക് പറഞ്ഞുതരാം. 300 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുറച്ച് ദേശത്തിലേനു, അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൗൺ തന്നെ നശിപ്പിച്ചിരുന്നു. അപ്പം സ്ലൈം പറയുന്ന ടൗൺ നശിപ്പിച്ചാ. ഡ്രാഗൺ ബാക്കി പറയുന്നതാണ് ഞാനിങ്ങനെ ദേശത്തിലായിട്ട് നാട് നശിപ്പിക്കുമ്പോൾ ഒരു ഗ്രേറ്റ് ഹീറോ വന്നിട്ട് അന്നിങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് ഇതേപോലത്തെ ജയിലിൽ അടക്കി കളഞ്ഞ് ഭയങ്കര പവർഫുള്ള അതും ഒരു റീഇൻകാർണേറ്റ് ആയിട്ടുള്ള ഹീറോ ആണ്. അപ്പോൾ നമ്മുടെ സ്ലൈം പറയുന്നത് ഇവിടെ മാജിക്കൽ പവേഴ്സ് എല്ലാം ഉണ്ടാ, ഓഹോ ഇവിടെ ഇങ്ങനത്തെ മാജിക് പവേഴ്സ് എല്ലാം ഉണ്ടല്ലേ. നമ്മുടെ സ്ലൈം ബാക്കി പറയുന്നതാണ് എനിക്ക് മനസ്സിലാവും 300 വർഷമായിട്ട് ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നതിന്റെ അവസ്ഥ, കാരണം ഞാൻ 37 വർഷം ഒറ്റക്ക് നിന്നിന്, അപ്പം 300 വർഷം എമ്മാരി ഇതായിരിക്കും, എനിക്ക് മനസ്സിലാവും കൂട്ടുകാരാ, ഞാൻ നിന്റെ ഫ്രണ്ട് ആയിക്കോളുന്നു. നമ്മുടെ സ്ലൈമിന് ഇങ്ങനെ വെൻഡോർ ഇങ്ങനെ നോക്കുന്നതാണ്. എനിക്ക് പറയുന്നതാണ് നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ വെൻഡോർ എന്നോട് കൂട്ടുകാരനെ പറയുന്നതെന്ന്. അപ്പൊ സ്ലൈം പറയുന്നതാണ് നിനക്ക് ആഗ്രഹമില്ലേ, വേണ്ട ഞാൻ കൂട്ടുകാരനെ പ്രേരിപ്പിക്കുന്നില്ലാന്ന്. ഇപ്പൊ വെൻഡോർ ഞാനെപ്പാ കൂട്ടുകാരനാവൂല എന്ന് പറഞ്ഞേ, നമുക്ക് കൂട്ടുകാരനാകാന്ന്. അപ്പൊ നമ്മൾ രണ്ടാളും ഇങ്ങനെ കൈ ഓടിക്കുന്ന കാണിക്കുന്നത്, ഒന്ന് വലുതും ഒന്ന് ചെറുതും കണ്ടാൽ മനസ്സിലാവല്ലേ സ്ലൈമിന്റെ. പിന്നീട് അവർ കൂട്ടുകാരാകുന്നതാണ്. പിന്നീട് നമ്മുടെ സ്ലൈമാണ് പറയുന്നത് ഞാൻ മനസ്സിൽ കൂടി വിചാരിച്ചല്ല 37 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒരുത്തനായിട്ട് കൂട്ടാവുന്നത്, അതും വേറെ വേൾഡിൽ നിന്ന്. അവിടെ പിന്നീട് നമ്മുടെ കൂട്ടുകാരനാണ് അയക്കുന്നത്, നമ്മുടെ സ്ലൈമിന്റെ കൂട്ടുകാരൻ വെള്ളത്തിലേക്ക് അവന്റെ ഹാർഡ് ഡിസ്ക് ഇട്ടിട്ട് പ്രാർത്ഥിക്കുന്നതാണ് നിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. ഹാർഡ് ഡിസ്കിൽ എന്താന്ന് കാണിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കേണ്ടേ ഉള്ളൂ ഹാർഡ് ഡിസ്കിൽ എന്തായിരിക്കും എന്ന്. ഇനി നമ്മുടെ ഡ്രാഗനും സ്ലൈമിനെയാണ് കാണിക്കുന്നത്. സ്ലൈം പറയുന്നതാണ് നമ്മൾ എന്തായാലും കൂട്ടുകാരായി, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരനായ ഡ്രാഗൻ ഇങ്ങനെ 300 വർഷം ഇങ്ങനെ ജയിലിൽ പെട്ട് കിടക്കുന്ന ഇഷ്ടമല്ലാന്ന്.
അപ്പൊ ഡ്രാഗൻ ഒരു പപ്പി ഫേസ് അഥവാ നല്ല ക്യൂട്ട് ഫേസ് വെച്ചിരിക്കുമ്പോ നീ ഇങ്ങനത്തെ ഫേസ് ഒന്നും ആക്കല്ലേ, നീ ഒരു ഡ്രാഗൻ അല്ലേ, നീ എന്തോ പോലെ ഉണ്ട് ഇന്നെ കാണാൻ. പിന്നീട് സ്ലൈം ചോദിക്കുന്നതാണ് നീ ഇങ്ങനെ അടച്ചുകൂട്ടിയിരിക്കുമ്പോ നിനക്കെന്താ പറ്റുമോ ഇനി മുന്നോട്ടേക്ക് എന്ന്. നമ്മുടെ ഡ്രാഗൻ പറയുന്ന കൂടുതലൊന്നും പറ്റൂല, ഒരു 100 വർഷം കൂടി ഞാൻ ജീവിക്കൂ, അത് കഴിഞ്ഞ് ഞാൻ മരിച്ചു പോകുന്നു. കാരണം ഇവിടെയുള്ള കേവ് ആണ് എന്റെ മാജിക്കൽ പവറിൽ അബ്സോർവ് ചെയ്യുന്നത്. സ്ലൈം പറയുന്നതാണ് അത് ശരി, വെറുതെ അല്ല ഇത്രയും റെയർ ഹെർബല്ലൊന്ന്. അപ്പൊ ഡ്രാഗൺ പറയുന്ന അത് എന്റെ മാജിക്കൽ പവേഴ്സ് എല്ലാം തീർന്നു കഴിഞ്ഞാൽ ജസ്റ്റ് മരിച്ചു പോകുന്നു. സ്ലൈം വല്ലാത്ത ഫേസും വെക്കുന്നുണ്ട്, പിന്നെ അവിടെ സൈലൻസാ. അപ്പൊ സ്ലൈം പറയുന്നതാണ് ജസ്റ്റ് മരിക്കും അത്രേ ഉള്ളൂ അല്ലേ. നമ്മുടെ സ്ലൈം പറയുന്നതാണ് എന്റെ അടുക്ക് ഒരു വഴിയുണ്ട്, നീ ഇങ്ങനെ ജയിലിൽ പെട്ട് കിടക്കേണ്ട ആവശ്യമില്ല, നിന്നെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നു. പിന്നെ ഡ്രാഗൺ വളരെ ആഗ്രഹത്തോടുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുന്നതാണ്. സ്ലൈം പറയുന്നതാണ് നിനക്ക് എന്റെ വയറ്റിൽ പോണെന്ന്. പിന്നീട് ഡ്രാഗന്റെയും സ്ലൈമിന്റെ ഇടയിൽ വല്ലാത്ത സൈലൻസ് ആണ്, കാരണം കൈയും കാലും ഇല്ലാണ്ട് അവൻ തിന്നാന്നാ പറയുന്നത്. നമ്മുടെ സ്ലൈം പറയുന്നതാണ് എന്റെ അടുക്കുള്ള പ്രെഡിറ്റർ എന്ന് പറഞ്ഞ എബിലിറ്റി കാരണം ഞാൻ നിന്റെ ജയിലിലോട് കൂടി ഇന്ന വിഴുങ്ങിക്കോളൂ, അങ്ങനെയാകുമ്പോൾ നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല. മെല്ലെ മെല്ലെ എന്റെ മാജിക്കൽ പവേഴ്സ് കാരണം ജയിലിന്റെ പവർ വളരെയധികം ലോ ആവും, എന്ന് നിന്നെ ഞാൻ ജയിലിൽ ഓടിച്ചിട്ട് പുറത്തേക്ക് ആക്കോളുന്നു. പിന്നീട് നമ്മൾ സ്ലൈം പറയുന്നത് എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ എന്ന്. ഡ്രാഗൺ പറയുന്ന തിരിച്ചോട്ട് കിടിക്കാച്ചി പ്ലാൻ, ഇങ്ങനത്തെ പ്ലാൻ എല്ലാം ഇട്ടിട്ട് ഇപ്പോ രക്ഷപ്പെടാൻ നോക്കുന്നതല്ലേ നല്ലേ, ഈടെ 300 വർഷം ജീവിച്ചിട്ട് മരിക്കുന്നേക്കാളെന്ന്. വെണ്ടോർ പറയുന്നതാണ് നമുക്ക് ഒരു പേരിട്ടാലോ പരസ്പരം എന്ന്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പേരിടുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് പരസ്പരം ബീസ്റ്റുകൾക്ക് പേരിട്ടാല് അവർ ഇവോൾവ് ആവുന്നു. ഇത് മാത്രല്ല നീ ഒരു നോർമൽ സ്ലൈമാ, നിനക്ക് ഞാനൊരു പേരിട്ടാ നീ എന്തായാലും ബെസ്റ്റ് ഇവോൾവ് ആവും. നീ ഗ്രേറ്റസ്റ്റ് 4 ഡ്രാഗൺസിലുള്ള വെൻഡോറയാ നിനക്ക് പേരിടുന്നതെന്ന്. എന്റെ അടുക്ക് പേരുണ്ട്, പക്ഷെ ഫാമിലി നെയിം ഇല്ല, അത് നീ ഒന്ന് ഇട്ടുതരുമെന്ന് സ്ലൈമിനോട്. അപ്പൊ സ്ലൈമർ എന്ന ഫാമിലി നെയിം നീ ഒരു ടണ്ടർ ഡ്രാഗൺ സ്റ്റംബസ്. ഓക്കെ, നല്ല പേര്, എനിക്കിഷ്ടായി, വെൻഡോറ ട്രോംബസ്. പിന്നീട് നമ്മളെ ഡ്രാഗൺ ആണ്. ഡ്രാഗൺ പറയുന്ന ഞാൻ നിനക്ക് ഇനി പേരുണ്ട്, ഇനി എന്റെ ഇടാണ്, ഞാൻ നിനക്ക് പേരിടുന്ന റൂമറോ. കാണുന്നില്ലേ നമ്മുടെ സ്ലൈം പിന്നെ വല്ലാണ്ട് ഇവോൾവ് ആകുന്നുണ്ട്. പിന്നെ ഇവോൾവ് ആയതിനു ശേഷം നമ്മുടെ സ്ലൈം പറയുന്നതാണ് ഞാനാണ് റിമറു ടെമ്പസ്റ്റ്. പിന്നീട് നമ്മുടെ റിമറു പ്രെഡിറ്ററിന്റെ എബിലിറ്റി ഉപയോഗിച്ചിട്ട് വലുതാന്നാണ് കാണിക്കുന്നത് വിഴുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രാഗൺ പോലും അത്ഭുതപ്പെട്ടു. എന്റെ ഡ്രാഗൺ പറയുന്നതാണ് ഇത്രയും വലിയ മാജിക്കൽ പവേഴ്സോ ഒരു സ്ലൈമിലോന്ന്. എന്റെ ഡ്രാഗനെ മൊത്തമായിട്ട് സ്ലൈം വിഴുങ്ങുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ കാര്യം പറയാം, എപ്പിസോഡുകൾ ലേറ്റായി വരുന്നതിന്റെ കാരണം വെച്ചാൽ കുറച്ച് വ്യൂ കയറിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടാ. 1-2 വ്യൂ കയറിയിട്ട് വെറുതെ അപ്ലോഡ് ചെയ്യുന്നേക്കാൾ നല്ലല്ലോ കുറച്ചും കയറിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നീട് ഒരാൾ പറയുന്നതാണ് വെൻഡോറ ജയിലടക്കം കാണാണ്ടായിരുന്നു. ഇപ്പൊ മറ്റേ ആള് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ജയിലില് വെൻഡോറ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ആനിമൽസും അഥവാ എല്ലാ ഡീമൺസും വളരെയധികം വയലന്റ് ആയിട്ടുണ്ടെന്ന്. നമുക്ക് അവരെ പിടിച്ചാക്കണോ അല്ലെങ്കിൽ വെൻഡോറനെ കണ്ടുപിടിക്കണോന്ന്. അത് കേട്ട് തുടക്കത്തിലുള്ള ആള് പറയുന്ന അതൊന്നും ആവശ്യമില്ല, കാരണം വെച്ചാല് അടുത്തുള്ള രാജ്യത്തിന് ഇത് കാരണം കുറെ അധികം ബുദ്ധിമുട്ട് വരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് അവരെ കീഴടക്കാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ അവര് കാരണം നമുക്ക് നല്ല തന്നെയാണ്. പിന്നീട് നമ്മുടെ സ്ലൈം അഥവാ റിമറു ടെമ്പസ്റ്റ് മനസ്സിലായ, പക്ഷെ നമ്മളെ സ്ലൈമിനെ നമ്മള് റിമറു എന്ന് വിളിക്കും. നമ്മുടെ റിമറു പറയുന്ന ഞാൻ വെൻഡോറനെ കഴിച്ചിട്ട് 3 ദിവസമായി, പിന്നെ ഇവിടെയുള്ള ക്രിസ്റ്റൽസും എല്ലാം ഞാൻ അബ്സോർവ് ചെയ്ത്, പിന്നെ എനിക്ക് കുറെ സ്കില്ലെല്ലാം കിട്ടി, വാട്ടർ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ വാട്ടർ ബ്ലേഡ് കിട്ടി. അങ്ങനെല്ലാം പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവന്റെ മുമ്പിലേക്ക് ഒരു പാമ്പ് വരുന്നതാണ്. ആ പാമ്പിനെ കണ്ടിട്ട് ആകെ പേടിച്ചിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അവനെ ബ്ലേഡ് അഥവാ വാട്ടർ ബ്ലേഡ് ഉപയോഗിച്ച് 2 കഷ്ണാക്കുന്നതാണ്. പിന്നെ ആ വാട്ടർ ബ്ലേഡ് ഉപയോഗിച്ച് കഷ്ണാക്കിയ ശേഷം അബ്സോർവ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം ആ പാമ്പിന്റെ എല്ലാ സ്കില്ലും നമ്മുടെ റിമറുവിന് കിട്ടീന്. റിമറു മുന്നോട്ട് കിടക്കാൻ വേറൊരു ഓന്ത് ടൈപ്പ് സാധനം, അതിനെന്ത് ചെയ്ത് പാമ്പില്ല ആദ്യത്തെ പാമ്പ്, ആ പാമ്പിന്റെ എബിലിറ്റി അഥവാ മിമിക് എന്ന് പറഞ്ഞൊരു എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റി വെച്ചിട്ട് പാമ്പിന്റെ രൂപം എടുത്തിട്ട് അതിനെ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ കൊല്ലുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ പാമ്പിന്റെ എബിലിറ്റി വെച്ചാൽ പോയിസൺ, അതുകൊണ്ട് തന്നെ അത് വല്ലാണ്ട് ഈ ആസിഡ് പോലെ തന്നെ അലിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ റിമറു പറയുന്ന എന്തോ പോലെ അതെല്ലാം അബ്സോർവ് ചെയ്യുക, അതുകൊണ്ട് എനിത്തോടെ അങ്ങനെ ചെയ്യൂലെന്ന്. പിന്നീട് കുറെ മോൺസ്റ്റർ ഇതെന്താ സാരം മോൺസ്റ്ററാന്ന് എനിക്കറിയില്ല, അതിനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കും, പിന്നെ അബ്സോർവ് ചെയ്യും. പിന്നെ വേറെ മറ്റേ നമ്മുടെ സ്പൈഡറിനെ പോലത്തെ കിട്ടും, അതിനെയും കട്ട് ചെയ്യും. റിമറുവിന്റെ സ്കില്ല് കാരണം ആ സ്പൈഡറിന്റെ എബിലിറ്റി മൊത്തം കിട്ടുന്നതാണ്. എനിക്ക് ഓൻ പറയുന്നതാണ് ഞാൻ ഇവിടെയുള്ള അധികം മറ്റേ ഡീമൺസിനെ ഞാൻ അബ്സോർവ് ചെയ്ത് സ്പൈഡർമാനെ പോലെ തന്നെ സ്പൈഡറിന്റെ വലയിലിട്ടിട്ട് നമ്മുടെ റിമറു ഒരു വല പോലെ ആക്കുന്നുണ്ട്. അതിലൊരു വവ്വാല് കൊടുക്കുന്നുണ്ട്. ഫണ്ണീസിനെ വവ്വാല് വല്ലാണ്ട് കരയുന്നുണ്ട്, പക്ഷെ അതിനെയും നമ്മുടെ റിമറു ബാക്കി വെക്കൂല. കഴിച്ച് കഴിഞ്ഞിട്ട് റിമറു കഴിച്ച് ഇടിച്ചുകൊണ്ട് വെള്ളത്തിൽ കൂടി പോകുന്നതാണ്. നമ്മുടെ റിമറുവിന് ഇപ്പൊ സംസാരിക്കാൻ പറ്റും, ഈ വവ്വാന്റെ എബിലിറ്റി അഥവാ സോണിക് വേവ് കാരണം സംസാരിക്കാൻ പറ്റും. പിന്നീട് റിമറു എപ്പോഴും ചെയ്യുന്ന പോലെ അബ്സോർവ് ചെയ്യും വെട്ടും, അബ്സോർവ് ചെയ്യും വെട്ടും, അങ്ങനെ ആക്കിയിട്ട്
ആ വാതിലിന്റെ അടി എത്തുന്നതാണ്. പിന്നെ വാതിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ തുറക്കുന്നതാണ്. റിമുറുവിന് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അപ്പം നോക്കിയപ്പോൾ പെട്ടെന്ന് തുറക്കുന്നതായിട്ട് അവന്റെ കണ്ണെല്ലാം പുറത്തു വരുന്നുണ്ട്. പിന്നെ നോക്കിയാൽ 3 പിള്ളേർ, 3 പിള്ളേരല്ല 3 ഹണ്ടർ അങ്ങനെ പറയാം. നമ്മുടെ റിമുറു മനസ്സിൽ വിചാരിക്കുന്നതാണ്, എനിക്ക് ഇവര് പറയുന്ന മനസ്സിലാകുന്ന എങ്ങനെയാ, അഥവാ ലാംഗ്വേജ് മനസ്സിലാകുന്ന എങ്ങനെയാ. നമ്മുടെ ഗ്രേറ്റ് സ്റ്റേജ് ഇല്ല, അത് പറയുന്നതാണ് നിനക്ക് മാജിക് സെൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ നിനക്ക് അവര് പറയുന്ന ഈ സോണിക് വേവ് നേരെ അവരെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ആകുന്ന, നിനക്ക് അവരോടും അങ്ങനെ സംസാരിക്കാന്ന്. പിന്നെ ഇവരോട് സംസാരിക്കാൻ നോക്കുമ്പോഴേക്കും ഇവര് പെട്ടെന്ന് തന്നെ കാണാണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവൻ പറയുന്ന ഇവരെവിടെയാ പോയെന്ന്. സാറല്ല, നമ്മുടെ റിമുറുവിന് പുറത്തു വന്നതാണ് ഇത്. റിമുറു പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. റിമുറു പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ സ്ഥലമെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുന്നതാണ്. എനിക്ക് പറയുന്നത് അവസാനമായിട്ട് ഞാൻ പുറത്തിറങ്ങി, വാവ് വാട്ട് എ കൂൾ. ഒരു സന്തോഷത്തോടെ മനസ്സിൽ വിചാരിക്കുന്ന വെണ്ടോറെ പുറത്തെത്തിയിട്ട് വേണം നമുക്ക് കുറെ കാര്യം സംസാരിക്കാനെല്ലാം ഉണ്ട് എന്ന്. അന്നേരമാണ് അവന്റെ മുമ്പിലേക്ക് ഒരു ഗോബ്ലിന്റെ ഗ്രൂപ്പ് തന്നെ വരുന്നത്. അവരെ ശരീരവും പിന്നെ അവരെ ആയുധങ്ങളെല്ലാം കണ്ടാൽ മനസ്സിലാവും പൊട്ടി താറുമാറായ ടൈപ്പ് പേടിച്ചിട്ടുള്ള അവര് ഗോബ്ലിൻസ്, അഥവാ ഗോബ്ലിൻസ് പറയുന്നതാണ്, സാർ നമ്മൾക്ക് ഒരു സഹായം വേണം, സാർ ചെയ്യുമോ. അന്നേരം നമ്മുടെ റിമുറു ഭയങ്കര ഒച്ചത്തിട്ട് സോണിക് വേവില് പറയുന്നതാണ്. ഭയങ്കരമായിട്ട് ആവണേ, ഇപ്പൊ ഇവന് കൺട്രോൾ ചെയ്യാനായിട്ടില്ല, അവരെല്ലാം നിലത്തേക്ക് അടിച്ച് വീഴുന്നതാണ്. റിമുറുവിനെ കണ്ടിട്ട് എല്ലാവരും മുട്ടുകുത്തിരണം, സാർ ഇത്രയും പവർ ഉപയോഗിക്കൽ നമുക്കിത് കൺട്രോൾ ആവൂല, പ്ലീസ് നമുക്കൊരു സഹായം ചെയ്യാം, നമ്മളെ ഗ്രാമത്തിലേക്ക് വരുമെന്ന്. റിമുറു നോക്കിയെന്ന്. അങ്ങനെ അവര് റിമുറുവിനെയും കൂട്ടിയിട്ട് ഗ്രാമത്തിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഗ്രാമത്തിലെത്തിയിട്ട് ഗ്രാമത്തലവൻ എന്ന് പറയും, അവരെ കണ്ടി സംസാരിക്കുന്നതാണ്. വയസ്സായ ആള്, അഥവാ കിങ്, മറ്റേ ഗോബ്ലിൻസിന്റെ പിന്നെ സൈഡിലുള്ള മോനാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ രാജാവിനെ പോലെയാണ് നമ്മുടെ സ്ലൈമിനെ ഇതാക്കുന്നത്. സ്ലൈമിനോട് അവര് പറയുന്നതാണ്, പ്ലീസ് നമ്മുടെ ഒന്ന് സഹായിക്കണം, നമ്മുടെ ഗോഡ് കാണാണ്ടായാലും തൊട്ടിട്ട് ഭയങ്കരമായിട്ട് മോൺസ്റ്റർ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ റിമുറു മനസ്സിലാക്കുന്ന, ഗോഡ്, ഇവരെ ഗോഡ് എന്ന് വെച്ചാൽ മിക്കവാറും വെണ്ടോറെ ആയിരിക്കുന്നു. എന്നെ റിമുറുവിനോട് പറയുന്ന പ്ലീസ് സഹായിക്കണം എന്ന്. റിമുറു പറയുന്ന, ഞാനൊരു നോർമൽ സ്ലൈം അല്ലേ, ഞാൻ എന്ത് ചെയ്യാന്ന്. അപ്പോൾ അവർ രണ്ടുപേരും പറയുന്ന, സാർ എനിക്ക് നിങ്ങളെ ഓറ കണ്ടാൽ മനസ്സിലാവും, നമുക്ക് അത്രയും വലിയ ഓറയാണ്. പിന്നീട് റിമുറു ഗ്രേറ്റ് സ്റ്റേജിനോട് പറയുന്ന, എനിക്ക് എന്റെ ഓറ ഒന്ന് കാണിച്ചു തന്നാന്ന്. അപ്പൊ മാജിക്കൽ സെൻസ് ഉപയോഗിച്ചിട്ട് റിമുറുവിന്റെ ഓറ റിമുറുവിന് കാണിച്ചു കൊടുക്കുന്ന. റിമുറു ഈ ഓറ ഇങ്ങനെ കണ്ടു, എമ്മാരി ഓറയാ ചെക്കന്റെ ചുറ്റും നിന്ന്. അപ്പൊ ഈ റിമുറു, അഥവാ നമ്മുടെ സ്ലൈം വിചാരിക്കുന്ന, വെറുതെ അല്ല ഇവര് എന്നെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചേ, അവര് എന്നെ ആദ്യം കണ്ടപ്പോ ഇങ്ങനെ പേടിച്ചതിന്റെ കാരണം ഇത്രയും ഡേഞ്ചറസ് ആയ ഓറ കണ്ടിട്ടാണ്. പിന്നെ റിമുറു പറയുന്നതാണ്, എന്നിട്ട് ആ പൊട്ടന്മാരായ 3 പേർക്ക് എന്താ എന്നെ കണ്ടിട്ട് മനസ്സിലാണ്ടെന്ന്, എന്റെ ഓറ ഇത്രയും സ്ട്രോങ് അല്ലേ, എന്നിട്ടെന്താ അവർക്കൊന്നും മനസ്സിലാണ്ടെന്ന്. പിന്നീട് നമ്മുടെ ഗോബ്ലിൻസ് പറയുന്നത്, ഇവിടെ വൂൾഫ് ഉണ്ട്, വൂൾഫ് എനിക്ക് എപ്പോഴും അവരെ സേന വന്നിട്ട് നമ്മുടെ സേനനെ എപ്പോഴും അറ്റാക്ക് ചെയ്തിട്ട് വളരെയധികം ഈ ആക്രമിച്ച് പണിയാക്കൂ. അപ്പോൾ നമ്മുടെ റിമുറു പറയുന്നതാണ്, ഞാൻ എന്തായാലും ചെയ്യണ്ട, എനിക്ക് എന്ത് കിട്ടുന്നു. നമ്മുടെ റിമുറു മനസ്സിലാക്കുന്ന എന്തെങ്കിലും കിട്ടാണ്ടെങ്കിലും ചെയ്യുമെന്ന്. അവിടുത്തെ കിങ് ആയിട്ടുള്ള ഗോബ്ലിൻ പറയുന്നതാണ്, ഞങ്ങൾ നിങ്ങളോട് എപ്പോഴും മറ്റേ ലോയലായിരിക്കുന്നു. എന്നിട്ട് ബോ ഡൗൺ ചെയ്തിട്ട് അവിടെ കുഞ്ഞു എന്ന് പറയുന്നതാണ്. അപ്പൊ റിമുറു പാസ്റ്റിലുള്ള ആൾക്കാരും ചിന്തിക്കുന്നതാണ്. എപ്പോഴും റിമുറുവിന്റെ അസിസ്റ്റന്റ് ഇങ്ങനെ ബോ ഡൗൺ ചെയ്തിട്ട് എല്ലാ കാര്യം ചോദിക്കുമ്പോൾ റിമുറു ചെയ്തു കൊടുക്കലുണ്ട്. അപ്പോഴാണ് ആ ഗോബ്ലിൻ കരഞ്ഞു പറയുന്നത്, പിന്നെ അതാ വൂൾഫ് എല്ലാം വരുന്നുണ്ട് പിന്നെയും പറഞ്ഞിട്ട് കരയുന്നതാണ്. അപ്പോഴും എല്ലാവരും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ്. എന്നിട്ട് അവിടുത്തെ ഗോബ്ലിൻ കിങ് എല്ലാവരോടും പറയുന്ന, ശാന്തായി ചാടിക്കളിക്കല്ല, നിൽക്കുക ആടെന്ന്. അന്നേരം നമ്മുടെ റിമുറു എനിക്ക് പറയുന്നതാണ്, നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരും ഗോബ്ലിൻസ് മൊത്തം ഇങ്ങനെ തല ഉഞ്ചി ബോ ഡൗൺ ചെയ്ത് പറയുന്നതാണ്, ഗ്രേറ്റ് ലോർഡ്, ഞങ്ങൾ നിങ്ങളോട് എപ്പോഴും ലോയലായിരിക്കും എന്നിട്ട് കുഞ്ഞിക്കുന്നതാണ്. അപ്പോൾ പിന്നീട് റിമുറു മനസ്സിൽ വിചാരിക്കുന്നതാണ്, ഞാൻ എന്താ ചെയ്യുക, ഇവരെയും കൊണ്ടിട്ട് ഞാൻ യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കുഴി കുഴിക്കുന്ന പോലെയാവും, പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. പിന്നെ അവരോടെല്ലാം റിമുറു ചോദിക്കുന്നതാണ്, നിങ്ങൾ റെഡിയല്ലേന്ന് യുദ്ധത്തിന് എന്ന്. അപ്പൊ അവര് പറഞ്ഞു, യെസ് സാർ, നമ്മൾ റെഡിയാണ് യുദ്ധത്തിന്. റിമുറു ഇവരെല്ലാം ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് മനസ്സിൽ വിചാരിക്കുന്നതാണ്, ഞാൻ വളരെ സീനല്ല, ഞാൻ ഇങ്ങനെയൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ. റിമുറു പിന്നെ അവരെപ്പരം മുറിവേറ്റിയ ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവര് കുറെ പേരുണ്ട് ഈ മുറിവേറ്റിയ ആൾക്കാർ. റിമുറു മനസ്സിലാക്കുന്നതാണ്, എനിക്കറിയില്ല, എൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് എനിക്ക് അവരെ ശരിയാക്കാൻ പറ്റുമെന്ന്, എന്നാലും ഒന്ന് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് റിമുറു ഗോബ്ലിൻ്റെ അടുത്തേക്ക് പോയ സ്ലൈം എന്ത് ചെയ്ത് ഗോബ്ലിനെ അങ്ങ് വിഴുങ്ങി. അതുകൊണ്ട് ഗോബ്ലിൻ പറയുന്നതാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സാർ. അപ്പോഴും ഗോബ്ലിനെ നമ്മുടെ സ്ലൈം തുപ്പുവാണ് ചെയ്യുന്നത്. ഗോബ്ലിനാണ് ഫുള്ളായി ഹീൽ ചെയ്യുന്നു. അത് കണ്ട നമ്മുടെ ഗ്രേറ്റ് ഗോബ്ലിനോ അന്തം വിട്ട പോലെ വായി തുറന്നെടുത്ത് വെച്ചിട്ടുള്ളേ. അവിടെ കുറെ കുഞ്ഞു പിള്ളേരിലുണ്ട്. ഈ മുറിഞ്ഞ ചെക്കനടക്കം നോക്കിയിട്ട് അപ്പൊ നമ്മുടെ സ്ലൈം എന്നേരാണ് പറയുന്നത്. റിമുറു പറഞ്ഞ്, ഞാൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവരെ വിഴുങ്ങിയിട്ട് ആദ്യം ഉണ്ടാക്കിയ പോഷൻ അത് എന്ത് ചെയ്ത് അവരായിട്ട്
കുളിപ്പിച്ചെടുക്കുന്ന പോലെ ആക്കി എന്നേരം അവർ സ്വന്തമായി ഹീലാവുക ചെയ്തേ ശരീരത്തിൽ നിന്ന്. പിന്നെ റുംറു ഓരോരാളെ എടുത്ത് വിഴുങ്ങും തുപ്പും. ഇത് തന്നെ ഇങ്ങനെ ഗ്രേറ്റ് ഗോബിളിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ തുപ്പി കളിയാനും. ഇതെല്ലാം കണ്ട് ഗ്രേറ്റ് ഗോബിളിൻ അപ്പോൾ കുനിഞ്ഞിട്ട് താങ്ക് യു പറയുന്നതാണ് അവരെല്ലാവരും. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്ന ഒരു വെയർവോൾഫിനെയാണ്. വെയർവോൾഫിൻ്റെ ലോഡാണത്. ആ ലോഡ് പറയുന്നതാണ് വെൻഡോറ ഡ്രാഗൺ ഇപ്പോൾ അവിടെ ഇല്ല. വെൻഡോറ ഡ്രാഗൺ ഉള്ളവരുള്ള ആ പ്രൊട്ടക്ഷൻ അതും പോയി. ഇനി മുതൽ നമ്മളെ തടയാൻ ആരുമില്ല ഇങ്ങനെ പറയുന്നതാണ്. പിന്നെ പറയുന്നതാണ് നമ്മുടെ പല്ല്, നമ്മുടെ നഖം ഇതെല്ലാം എന്തിനാ വേണമെങ്കിലും അറുത്ത് കളയും. അതുകൊണ്ട് നമുക്കിനി ആരെയും പേടിക്കാനില്ല. എല്ലാവരും എന്നിട്ട് എന്ത് ചെയ്ത് കൂന്നാണ്. അതിന് ശേഷം എന്ത് ചെയ്ത് ഫുൾ ടീമിനെ എടുത്തിട്ട് എന്ത് ചെയ്ത് അവർ ഗോബ്ലിൻസിൻ്റെ വില്ലേജിലേക്ക് ഓടുന്നതാണ് കാണിക്കുന്നത്. ഗോബ്ലിൻ്റെ വില്ലേജിൽ ഇങ്ങനെ കുറേ മരങ്ങളെല്ലാം വെച്ചിട്ട് തടസ്സം പോലെ ആക്കിനേനു. അതുകൊണ്ട് വോൾഫിൻ്റെ മോൻ പറയുന്നതാണ് വോൾഫ് കിങ്ങിനോട്, ഇതെന്താ ഇവരിങ്ങനെ തടസ്സലാക്കിന്, ആടെ ഒരു സ്ലൈമിനെയും കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പം വോൾഫ് പറയുന്നതാണ് ഈ സ്ലൈമിനെ നമുക്ക് ഒറ്റയടി കൊല്ലാന്ന്. അപ്പം വോൾഫ് കിങ് പറയുന്നതാണ് എല്ലാവരോടും വേഗം ചെല്ല് അവരെ ആക്രമിക്കുന്നു. വോൾഫ് ഓടിച്ചെന്ന് തന്നെ ചാന്ന്. ഇത് കണ്ടിട്ട് മനസ്സിലാകുന്ന ഓരോന്ന് ചെല്ലുന്നതിനെ തന്നെ തട്ടി ഒരു ഇൻവിസിബിൾ വാള് പോലെ ആയിട്ട് ചാന്ന്. അപ്പോൾ നമ്മുടെ വോൾഫ് കിങ് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവിടെ ലൈറ്റ് ചെറിയൊരു സ്ട്രിങ്, ഒരു സ്പൈഡറിൻ്റെ സ്ട്രിങ് പോലത്തെ. ഇതാണ്ട് നമ്മുടെ റുംറു പറയുന്നതാണ് ഇത് ഒരു സ്കില്ലാണ്. റുംറുവിൻ്റെ സ്പൈഡർ വാല എന്ത് ചെയ്ത് വോൾഫ് കിങ് ഇങ്ങനെ പറിച്ച് കളയാൻ നോക്കുന്നതാണ്. റുംറു എന്ത് ചെയ്ത് അതിനെ വോൾഫ് കിങ്ങിനെ അവിടെ മേലോട്ട് കെട്ടിയിടുന്നതാണ്. ഞാൻ വോൾഫ് കിങ് പറയുന്നതാണ് നീ എന്നെ ഇങ്ങനെ ചെയ്തെന്ന് വിചാരിച്ച് രക്ഷപ്പെടുന്നില്ല, ഞാൻ എന്നെ ബാക്കി വെക്കൂല. ഇത് കേട്ട റുംറു എന്ത് ചെയ്ത് തൻ്റെ വാട്ടർ ബ്ലേഡ് വെച്ചിട്ട് ആ വോൾഫിൻ്റെ തല അറുത്ത് കളഞ്ഞ്. അപ്പോൾ എന്ത് ചെയ്ത് റുംറു ഇങ്ങനെ തല താഴെ കിടക്കുന്ന ബാക്കി വോൾഫിനോടെല്ലാം പറയുന്നത് നിങ്ങളെ കിങ്ങിൻ്റെ തല ഇതേടെ കിടക്കുന്നുണ്ട്, നിങ്ങളെ ശരീരം ഇങ്ങനെ ആണെങ്കിൽ വേഗം രക്ഷപ്പെട്ടോന്ന്. പക്ഷെ അവരൊന്നും അനങ്ങുന്നില്ല. അതുകൊണ്ട് റുംറു വിചാരിക്കുന്നത് ഞാനൊക്കെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന്. റുംറു എന്ത് ചെയ്ത് അവരെ അങ്ങ് അബ്സോർവ് ചെയ്ത് ആ വോൾഫിനെ. പിന്നീട് എന്ത് ചെയ്ത് ആ വോൾഫിൻ്റെ സ്കില്ലെല്ലാം കിട്ടിയെന്ന് ഗ്രേറ്റ് സേജ് പറയുന്നതാണ്. ആ ഗ്രേറ്റ് സേജ് പറഞ്ഞിട്ട് റുംറു എന്ത് ചെയ്ത് ആ വോൾഫിൻ്റെ രൂപം എടുത്തിട്ട് എന്ത് ചെയ്ത് നിങ്ങളെല്ലാം ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ നിങ്ങളെ അവസ്ഥ വളരെ മോശമാവെന്ന് ബാക്കി എല്ലാ വോൾഫിനോടും പറയുന്നതാണ്. പിന്നെ അപ്പോൾ റുംറു എന്ത് ചെയ്ത് ഗർജിക്കുന്നതാണ്, അത് വോൾഫ് കൂവുന്നതാണ്. ഇത് അവരൊരു രീതി വെച്ചിട്ട് ഏറ്റവും ശബ്ദത്തിൽ വോൾഫ് മറ്റേത് ഹൗൾ ചെയ്യുന്ന ആരാണോ അവരായിരിക്കും അവരെ കിങ്. ഇത് കേട്ട ബാക്കിയെല്ലാ വോൾഫും കുഞ്ഞിക്കുന്നതാണ്. അടുത്ത കിങ്ങായിട്ട് റിംറുവിനെ അവർ സെലക്ട് ചെയ്യുന്നതാണ്. റിംറു പറയുന്നത് ഓക്കെ ഇതും കുഴപ്പമില്ല. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് വെയർ വോൾഫ്സും പിന്നെ ഗോബ്ലിൻസ് എല്ലാം ഒരുമിച്ച് ഇരിക്കുന്നതാണ്. അവരോടെല്ലാം റിംറു പറയുന്നതാണ് ഇനി മുതൽ നിങ്ങളെല്ലാവരും ഒരുമിച്ചൊരു ടീമാണെന്ന്. അപ്പോൾ ബാക്കി എല്ലാവരും ഓക്കെ കുഴപ്പമില്ല എന്ന രീതിയിൽ അവർ നിൽക്കുന്നതാണ്. പിന്നെ റുംറു പറയുന്നതാണ് നമ്മുടെ ഗോബ്ലിൻ ലോഡിനോട് ഓക്കെ ഇതെല്ലാം ഓക്കെ, ഇവരെ പേരെന്താന്ന്. ഗോബ്ലിൻ പറയുന്നതാണ് ഇവിടെയുള്ള ഒരു നോർമൽ മോൺസ്റ്റേഴ്സിനും പേരില്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആർക്കും പേരില്ലാന്ന്. റുംറു ഇത് കേട്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് റുംറു പറയുന്നതാണ് ഇതൊന്നും കുഴപ്പമില്ല, എന്നാൽ ശരി പേരിടാനല്ലേ ഞാൻ ഇട്ടോളുന്നു. ബാക്കി എല്ലാ ഗോബ്ലിൻസും വളരെയധികം അത്ഭുതപ്പെട്ട് വായി തുറക്കുന്നതാണ്. എനിക്ക് ജയ് വിളിക്കുന്നതാണ്. അവരോടെല്ലാം ഇത് കണ്ടിട്ട് ആ മറ്റേ വൃദ്ധനല്ലേ, ആ വൃദ്ധനായ ഗോബ്ലിൻ അവൻ വരെ ഇങ്ങനെ കൂകി വിളിച്ചിരിക്കുന്നത് കണ്ടാൽ മനസ്സിലായി കൂടെ എല്ലാം ലൈൻ നിൽക്കുന്നതാണ്. ഫസ്റ്റ് തന്നെ എൽഡറിനാണ് പേര് കൊടുക്കുന്നത്. എൽഡറിന് പേര് കൊടുക്കുന്നതാണ് നമ്മുടെ റുംറു. റിഗുഡ് എന്നാണ് പേര് കൊടുക്കുന്നത്. വളരെ ഒരു വ്യത്യസ്ത പേരല്ലേ റിഗുഡ് എന്ന് പേര് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എൽഡർ പറയുന്നതാണ് താങ്ക് യു റിംറു സാർ എന്ന് പറയുന്നതാണ്. പിന്നെ റുംറു ഒന്ന് സമാധാനത്തോടെ ഇരുന്നിട്ട് അവൻ്റെ മോന് റിഗൂർ എന്ന് പേര് കൊടുത്ത്. അതെല്ലാം കേട്ടിട്ട് ആ രണ്ട് ഗോബ്ലിൻസ് തല താത്തിയിട്ട് താങ്ക് യു സാർ എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ ഗോബ്ലിൻ ഗോപ്ത ഇതെനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. പിന്നെയുള്ള വെയർവോൾഫ്സ് ആണ്. വെയർവോൾഫ്സിന് പേരാണ് കൊടുക്കേണ്ടത്. ഗോബ്ലിൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് ഫസ്റ്റ് തന്നെ ഉള്ള വെയർവോൾഫ്സിൻ്റെ കിങ്ങിൻ്റെ മോയെ അതിന് പേര് കൊടുക്കുന്നതാണ്. നിനക്ക് ഞാൻ എന്ത് പേരായിരുന്നു സ്ലൈം വിചാരിക്കുന്നത്, വല്ല സ്റ്റോം എന്ന് വന്നാലോ, നിനക്ക് സ്റ്റാർ അല്ലേ എനിക്ക് പറഞ്ഞാൽ ഡ്രങ്കാന്ന് പേരിടാന്ന്. അങ്ങനെ അതിന് ഡ്രങ്കാന്ന് പേരിടുന്നതാണ് വെയർവോൾഫിന്. പിന്നെ അപ്പോൾ സ്ലൈമും അപ്പോഴും എന്ത് ചെയ്ത് അലിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഗ്രേറ്റ് സേജ് പറയുന്നതാണ് നീ എല്ലാവർക്കും പേര് കൊടുത്ത് അതുകൊണ്ട് തന്നെ എൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ 3 ദിവസത്തേക്ക് മൂവ്മെൻ്റ് ഒന്നും ചെയ്യില്ല, നീ ഒരു സ്ലീപ്പിലേക്ക് പോകും, പിന്നീട് നിന്റെ ശക്തി റിക്കവറായി വന്നോളും. പിന്നീട് റിംറു എണീച്ചിട്ട് എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുന്നതാണ് കാണിക്കുന്നത്. റിംറു പറഞ്ഞ അവസാനം ഞാൻ എണീച്ചു എന്ന്. അന്നേരം അവിടെ ഒരു പെൺഗോബ്ലിൻ വരുന്നതാണ്. പെൺഗോബ്ലിൻ വേണ്ടി റുംറുവിനെ ഇങ്ങനെ തലോടിയിട്ട് ഫൈനലി നിങ്ങൾ എണീച്ചോ റുംറു സാർ എന്ന് പറയുന്നതാണ്. അപ്പോൾ റുംറു മനസ്സിലാക്കുന്നതാണ് ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഗോബ്ലിനെയൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇവരെല്ലാം ആരാന്ന്.
പിന്നെ അപ്പുറം നോക്കുമ്പോൾ ഒരു ബോഡി ബിൽഡർ ഗോബ്ലിൻ വരുന്നതാണ്. ആ ഗോബ്ലിനെ കണ്ടവിടെ നമ്മുടെ റൂം മനസ്സിലായിരിക്കുന്ന ഇതാരാടാ, ഇവനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പടാ ഗോബ്ലിൻ പറയാന്നാണ്, ഞാൻ ആ ഓൾഡ് ഗോബ്ലിൻ്റെ അതേ തന്നെയാ, നിങ്ങൾ എനിക്ക് മറ്റേ പേരിട്ട് തന്നപ്പോൾ എൻ്റെ ശരീരം ഇവോൾവ് ആയതാ, ഇപ്പം കണ്ട എൻ്റെ മസിൽസ്. അപ്പോഴും നമ്മുടെ റൂമർ മനസ്സിലായിരിക്കുന്ന വെറുതെ അല്ല എൻ്റെ ഇത്രയും മാജിക്കൽ പവേഴ്സ് പോയത്, അതുകൊണ്ടല്ല ഇവർ ഇത്ര എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് അവിടത്തേക്ക് നമ്മുടെ ഫോക്സ് അഥവാ നമ്മുടെ റങ്ക വരുന്നത്. റങ്ക വന്നിട്ട് റുമ്രുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. പിന്നീട് റുമ്രുവിനെയും കൂട്ടിയിട്ട് നമ്മളെ എയർവോൾഫ് അവരുടെ ഇടയിലേക്കാണ് പോകുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ റിമ്രു എന്ത് ചെയ്ത് എല്ലാവരുടെ ഇടയിൽ പോയി. എന്നാൽ അവരെല്ലാവരും ഇവോൾവ് ആയതിനും ഗോബ്ലിൻസും വെയർവോൾഫ് ഇവോൾവ് ആയി വേണ്ടിയിട്ട് നമ്മുടെ റിമ്രു വിചാരിക്കുന്നതാണ് ഇവരെങ്ങനെയാണ് ഇവോൾവ് ആയെന്ന്. കാരണം ഇവരെ ഒന്നും ഇവോൾവ് ആക്കിയില്ല റിമ്രു നമ്മുടെ റങ്കനെ മാത്രമേ ഇവോൾവ് ആക്കിയിട്ടുള്ളൂ. റങ്കനോട് ചോദിച്ചപ്പോൾ റങ്ക പറയുന്നതാണ്, മാസ്റ്റർ നിങ്ങൾ എനിക്ക് പേര് തന്നപ്പോൾ നമ്മുടെ മൊത്തം ക്ലാനിനാണ് നിങ്ങൾ പേര് തന്നത്, അതുകൊണ്ട് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഇവോൾവ് ആയി. ഞാനവിടെ ലീഡർ ആയതുകൊണ്ട് ഞാൻ ഇവോൾവ് ആയാൽ അവർ ഇവോൾവ് ആവുന്നു. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് അഥവാ ക്ലാനിൻ്റെ പേരാണ് ടെമ്പസ്റ്റ് വൂൾഫ്. റിമ്രു പറയുന്നതാണ് വളരെ നല്ലത്. അത് കേട്ട നമ്മുടെ റങ്ക വാലാട്ടുന്നതാണ്. നമ്മുടെ റിമ്രു പറന്നു പോകുന്നതാണ്. പിന്നെ റിമ്രു എന്ത് ചെയ്ത് താഴെ എല്ലാവരെയും കൂട്ടിച്ചേർത്തിട്ട് ഒരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്തതാണ്. ആ മീറ്റിങ്ങിൽ ഫസ്റ്റ് തന്നെ റിമ്രു പറയുന്നതാണ്, നിങ്ങൾ 3 മിനിറ്റ് ലേറ്റായി എന്ന്. അപ്പോഴും ബാക്കിയെല്ലാവരും അനങ്ങുന്നില്ല. റിമ്രു ഇവരും റിയാക്ഷൻ ഇല്ലാത്താണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും എൻ്റെ തമാശ പോലും മനസ്സിലായില്ലേന്ന്. റിമ്രു പറയുന്നതാണ്, ഇനി മുതൽ നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്, അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവരും ഒരുമിച്ച് കാണാം. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് ഫുഡ്, വീട്, പിന്നെ ഡ്രസ്സ്, ഇത് 3 നോക്കണം. പിന്നെ 3 റൂൾസ് ഉണ്ട്. നമ്മൾ ശക്തി കുറഞ്ഞവരെ ആക്രമിക്കൂല, പിന്നെ ഹ്യൂമൻസിനെ ആക്രമിക്കൂല, പിന്നെ നമ്മൾ പരസ്പരം ആക്രമിക്കൂല. ഇങ്ങനെ ഇത് റിമ്രു പറഞ്ഞപ്പോൾ ഒരു ഗോബ്ലിൻ പറയുന്നതാണ്, അതെന്താണ് ഹ്യൂമൻസിനെ നമ്മൾ ആക്രമിക്കാൻ പാടില്ലാത്തത്. അപ്പോൾ റിമ്രു പറയുന്നതാണ്, കാരണം ഹ്യൂമൻസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് തലയാട്ടുന്നു. എല്ലാവർക്കും സമ്മതേനും. എൻ്റെ റീക്കൂട്ടിനോട് സ്ലൈമർ എന്നാണ്, ഇനി മുതൽ റീക്കൂട്ട് നീയാണ് ഇവരെ ലോഡ് അഥവാ ഗോബ്ലിൻ ലോഡ്. അതുകൊണ്ട് റീക്കൂട്ട് പറയുന്നതാണ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കരയുന്നതാണ്. അപ്പോൾ സ്ലൈം മനസ്സിലായിരിക്കുന്ന ഞാനതിന് എൻ്റെ വർക്ക് ഭാരം അഥവാ പണി കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ ഇതാക്കിയത്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമെല്ലാം ഓക്കെ ആയി. ഫുഡെല്ലാം ഗോബ്ലിൻസ് പോയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഫോക്സും അതേപോലെ തന്നെ ഫുഡ് വാങ്ങിയിട്ട് വരുന്നുണ്ട്. പക്ഷെ വീട്, പിന്നെ മെയിനായിട്ട് ഡ്രസ്സ്, ഈ ഒരു പെൺഗോബ്ലിനെ നോക്കിയിട്ടാണ് പറയുന്നത് ഡ്രസ്സിൻ്റെ കാര്യം. അപ്പോൾ ഗോബ്ലിൻ ഡ്രസ്സിൻ്റെ കാര്യമെല്ലാം റീക്കൂട്ടിനോട് ചോദിച്ചാൽ റീക്കൂട്ട് പറയുന്നതാണ്, ഡ്രസ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട് ഇവിടെ. ആ കലാകാരി ഡ്രസ്സും മറ്റേ വീടും എല്ലാം നല്ല വൃത്തിക്ക് വരക്കും. പക്ഷെ അവരെല്ലാവരും ടൗണിലാണ്, അത് പക്ഷെ ഒരു ഹ്യൂമൻ ടൗണാണ്. അത് കേട്ട റിമ്രു മനസ്സിൽ വിചാരിക്കുന്നതാണ് ഓരോ മറ്റേ ഉണ്ടാക്കുന്ന ആൾക്കാരെയല്ലോ ഇവരെല്ലാം എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്ന്. എന്നിട്ട് എന്ത് ചെയ്ത് റിമ്രു എന്ത് ചെയ്ത് 4 ഗ്രൂപ്പാക്കിയിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് തിരിക്കുന്നതാണ് ടൗണിലേക്ക് പോകാൻ. പക്ഷെ ഫോക്സ് നമ്മളറിയില്ല, അവർ ഇപ്പോൾ ഇവോൾവ് ആയിട്ടുള്ള അവരുടെ സ്പീഡ് അമ്മാരി സ്പീഡാണ്. റിമ്രു മനസ്സിലാക്കുന്ന ഇനി ഹ്യൂമൻസിനെല്ലാം എനിക്ക് കാണാൻ പറ്റും എന്നെല്ലാം വിചാരിച്ച് റിമ്രു അങ്ങോട്ടേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വൂൾഫും നമ്മുടെ റിമ്രുവും എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഡോർഫിൻ്റെ സിറ്റിയിലേക്ക് പോകുന്നതാണ്, ആർട്ടിസ്റ്റിനെയും പിന്നെ കലാകാരന്മാരെയും കണ്ടെത്താൻ വേണ്ടിയിട്ട്. പിന്നീട് റിമ്രു പറയുന്നതാണ്, ഞാൻ 4 ഗോബ്ലിൻസും പിന്നെ 5 വൂൾഫും ആയിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ഗോപ്തയാണ് നമ്മളെല്ലാവരും ലീഡ് ചെയ്യുന്നത്. റങ്ക, സ്ലൈം, നമ്മുടെ വൂൾഫ് ഇവരെല്ലാവരും ഗോപ്തേൻ്റെ പാക്കിൽ തന്നെ വരുന്നുണ്ട്. അവർ വേഗത്തിൽ തന്നെ സിറ്റിൻ്റെ അടുത്ത് എത്തിയിന്. അവരെല്ലാവരും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് റീബൂട്ടും സ്ലൈമും ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ് കാണിക്കുന്നത് റിവർ സൈഡിൽ. അപ്പോൾ സ്ലൈം റീബൂട്ടിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ചേട്ടൻ ആരാ പേര് തന്നെ. അപ്പോൾ റീബൂട്ട് പറയുന്ന ഒരു ഡീമൺ ലോഡിൻ്റെ ഒരു അനുയായി അങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ സ്ലൈം മനസ്സിലാക്കുന്നുണ്ട്, ശരിയാ വെൻഡോറ എന്നോട് പറഞ്ഞു ഇവിടെ ഹീറോസും പിന്നെ ഡീമൺ ലോഡ്സ് എല്ലാം ഉണ്ടെന്ന്. ഭയങ്കര എക്സൈറ്റ് ആയിപ്പോയി. പിന്നീട് റിമ്രുവും റങ്കനോട് സ്ലൈം ചോദിക്കുന്നതാണ്, നിനക്ക് എന്നോട് നിൻ്റെ അച്ഛനെ കൊന്നതിൽ പകയോ ദേഷ്യമോ ഒന്നും ഇല്ലേന്ന്. അപ്പം നമ്മുടെ റങ്ക പറയുന്നതാണ്, ദേഷ്യവും പകയെല്ലാം അന്നേരം ഉണ്ടേനും, പക്ഷേ പിന്നീട് നിങ്ങൾ നമ്മളെ സ്വീകരിക്കലും ചെയ്തപ്പോൾ മാസ്റ്ററിനോട് ദേഷ്യമൊന്നുമില്ല, മാസ്റ്റർ നമുക്ക് പേര് വരെ ഇട്ടില്ലേ എന്നല്ല പറയുന്നതാണ്. പിന്നീട് ഒരു ക്യാമ്പ് ഫയറിൽ ഇട്ടിട്ട് എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മുടെ സ്ലൈം ചോദിക്കുന്നതാണ്, ആ ഹ്യൂമൻസ് നിൽക്കുന്ന സ്ഥലം എങ്ങനെ, അവിടെ നമ്മൾ ഡീമൺസ് എല്ലാം എൻ്റർ ചെയ്യാൻ വിടുമെന്ന്. അപ്പോൾ നമ്മുടെ ഗോപ്ത പറയുന്നതാണ്, അവിടെ എല്ലാതരം ഹ്യൂമൻസും ഡീമൺസും
എൽഫ്സും എല്ലാവർക്കും അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലം, അവിടെ എല്ലാവർക്കും വരാം. അതുകൂടാതെ അവിടുത്തെ രാജാവിനെ ഹീറോ കിങ് എന്ന പേരിലും വിളിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മുടെ റിമ്രു മനസ്സിൽ എൽഫ്സിനെ എല്ലാം കാണാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് റിമ്രു. പിന്നീട് റിമ്രു ടൗണിൻ്റെ അടുത്ത് എത്താനായതാണ് കാണിക്കുന്നത്. റിമ്രു പറയുന്ന സാധാരണ രീതിയിൽ 2 മാസം എടുക്കും, പക്ഷെ നമ്മൾ കാറ്റിനെക്കാട്ടും വേഗത്തിലോടുന്ന വോൾഫിൻ്റെ പുറത്തേരിയിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ എത്തിയെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ റിമ്രു ഇപ്പോഴും ഭയങ്കര നെർവസ് ആകുന്നുണ്ട് എൽഫിൻ്റെ കാര്യം ഓർത്തിട്ട്. റിമ്രു പറയുന്നതാണ്, നിങ്ങളെല്ലാവരും വരണ്ട, ഞാൻ ഗോപ്തേനെയും കൂട്ടി പോയിക്കോളും, കാരണം എല്ലാവരും കൂട്ടി ചെന്നാൽ നമ്മളെല്ലാവരുടെയും അറ്റൻഷൻ നമ്മുടെ നേർക്ക് തന്നെ ആവും. എന്നിട്ട് അവർ ലൈനിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ലൈൻ എന്ന് വെച്ചാൽ എൻട്രൻസിൻ്റെ ഭയങ്കര നീളമുള്ളിയാണ്. ഗോപ്തേൻ സ്ലൈമും അവിടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ തന്നെ മോൺസ്റ്റേഴ്സും ഹ്യൂമൻസും എല്ലാം ഉണ്ട്. പിന്നീട് 2 ബുള്ളീസിനാണ് കാണിക്കുന്നത്. അവർ വന്നിട്ട് എന്ത് ചെയ്ത് പറയുന്നതാണ്, ഓ ഇവിടെ വീക്ക്ലിങ്സ് എത്തി, അഥവാ വീക്കായിട്ടുള്ളവർ. അപ്പോൾ നമ്മൾ ഗോപ്ത പറയുന്നതാണ്, ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഇവർ വന്നിട്ട് എന്നെ ശല്യപ്പെടുത്തും, ഞാൻ വീക്കാന്ന് പറഞ്ഞിട്ട്. നമ്മളെപ്പോലത്തെ വീക്കായിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യും? റിമറോ ഭയങ്കര സാഡായിപ്പോയി ഇതെല്ലാം കേട്ട്. അപ്പോഴാണ് അതിലൊരുത്തൻ പറയുന്നത്, ഇവിടെ ഒരു സംസാരിക്കുന്ന സ്ലൈം, നമുക്ക് ഇവനെ വിറ്റാൽ പൈസ കിട്ടുന്നു പറഞ്ഞ് കുറച്ച് കൂടിപ്പോയി. അപ്പോഴും സ്ലൈം പറയുന്നതാണ്, നീ നിൻ്റെ ചെവിയും കണ്ണുമെല്ലാം അടച്ചു വെച്ചോ, എനിക്കിടെ പലതും നടക്കുമെന്ന്. അപ്പോൾ നമ്മുടെ സ്ലൈമർ എന്നാണ്, ഞാനൊരു നല്ല സ്ലൈമാണ്, ഞാൻ നിങ്ങളെ ഹേർട്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ വേഗം രക്ഷപ്പെട്ടോന്നു. പക്ഷെ അവർ പറയുന്നത്, നീ എന്താടാ, നീ ഒരു വെറും സ്ലൈമായിട്ട് എന്നോട് പറയുന്ന, ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ നിന്നെല്ലാം ചമ്മന്തിയാക്കാം. അപ്പോഴാണ് അവിടെ നമ്മുടെ ഒരു ടെമ്പസ്റ്റ് വോൾഫിൻ്റെ ഫോമായിട്ട് മാറി. അപ്പോൾ അവർ പറയുന്ന, ഇത് വെറും ഫോമായിട്ട് മാറിയിട്ടേ ഉള്ളൂ, ഇവന് പേടിക്കേണ്ട ആവശ്യമില്ലാന്ന്. എല്ലാവരും അവരെ മാജിക്കും എല്ലാം എടുത്തിട്ട് നമ്മളെ ടെമ്പസ്റ്റായിട്ടുള്ള സ്ലൈമിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സ്ലൈം ആണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല അവരെ അറ്റാക്ക്. പിന്നെ സ്ലൈം പറഞ്ഞാൽ ഇനി ഞാനാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ലൈം എന്ത് ചെയ്ത് ഗർജിക്കാണ് ചെയ്യുന്നത്. ആ ഗർജനം കിട്ടിയിട്ട് ഐറ്റിങ്ങളെ പറന്നു വന്നു, അവരെ ഷീൽഡും അല്ലോ ഭയങ്കര ഫണ്ണിയാണ്. റിമ്രുവിൻ്റെ സ്കില്ലിൽ ആളുകൾ ഹ്യൂമൻസ് എല്ലാം ഭയങ്കരമായിട്ട് പറന്നു പോയത്. പിന്നെ അന്നേരമാണ് നമ്മുടെ ഗ്രേറ്റ് സ്റ്റേജ് പറയുന്നത്, 16 ആൾക്കാർ ഓടി, പിന്നെ 68 ആൾക്കാർ തളർന്നുപോയി, പിന്നെ ഈ 92 ആൾക്കാർ ആകെ പേടിച്ച് വിറച്ചിട്ടുള്ളത്. അപ്പോഴാണ് അവിടെ സോൾജറെല്ലാം വരുന്നത്. നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ സ്ലൈമിനെ കണ്ടപ്പോൾ സ്ലൈമല്ലേ, അപ്പോൾ ഗോപ്ത ഇപ്പോഴും ചെവിയും കണ്ണെല്ലാം പൊത്തിയിട്ടാണ്. അവരെ എല്ലാവരും കൂടിയിട്ട് ജയിലിൽ അടക്കുന്നതാണ്. പിന്നീട് ഒരു സോൾജർ ഇന്ന് നടന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കുന്നത്. അപ്പോൾ സ്ലൈം പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നേരം അയാൾ പറയുന്നുണ്ട്, ആ ശരിയാ, നീ പറഞ്ഞ ഇതുമായിട്ട് മാച്ച് ആകുന്നുണ്ട്, നിങ്ങളെ പെട്ടെന്ന് തന്നെ വിടാൻ നോക്കാമെന്ന്. പിന്നെ ഇയാളെ പേരാണ് കൈതോ. പിന്നെ അവിടത്തേക്ക് ഒരാൾ വരുന്നതാണ് കാണിക്കുന്നത്. ആ സോൾജർ വന്നിട്ട് പറയുന്ന, നമ്മുടെ കുറേ അധികം സോൾജേഴ്സിന് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റിയിട്ടുള്ള, അവർക്ക് ഇൻസ്റ്റൻറ്റ് പോഷൻ കൊടുത്തില്ലെങ്കിൽ അവർ ശരിയാവില്ല എന്ന്. അന്നേരമാണ് നമ്മുടെ സ്ലൈം ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നതാണ്, ഇതാ ഇവിടെ ഉണ്ട് ഇൻസ്റ്റൻറ്റ് പോഷൻ എന്ന്. അപ്പോൾ അയാൾ ഇരുന്ന് നോക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് പോഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ലൈം പറയുന്ന, ഇൻസ്റ്റൻറ്റ് പോഷൻ അവരെ കുടിപ്പിക്കുകയല്ല, അവരെ മുറിവുള്ള സ്ഥലത്ത് പരട്ടി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിട്ട് ഹീലായി കൊള്ളുന്നു. അപ്പോൾ അയാൾ പറഞ്ഞാൽ നമ്മുടെ കൈത പറയുന്നതാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതും എടുത്തിട്ട് പോവാണ് ചെയ്യുന്നത് ആ സോൾജറിന് കൊടുത്തിട്ട്. പിന്നെ നമ്മുടെ സ്ലൈം മറ്റേതില്ലേ സ്പൈഡർ വെബ്, അതെടുത്തിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്, ടൈം പാസ്. നമ്മുടെ ഗോപ്തിയാണ് പാവം, ഒന്നും അറിയാണ്ട് കിടക്കുന്നത്, ഇപ്പോഴും ഭയങ്കര ഉറക്കം. അപ്പോഴാണ് അവിടെ സോൾജറിലെത്തിയിട്ട് കൈത പറയുന്ന, നിങ്ങൾ തന്നെ ആ പോഷൻ കാരണം എല്ലാവരും മൊത്തത്തിലുള്ള ഹീലായി, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പോഷനെ കുറിച്ച് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, നിങ്ങൾക്ക് എന്ത് സഹായം വേണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അവനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് പറയുന്ന, എന്ത് സഹായം എന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ ചെയ്തു തരാൻ. കൈതനോട് പറയുന്നതാണ്, എനിക്കിപ്പോൾ നല്ല സോർഡ് സ്മിത്തിൻ്റെ ആവശ്യമുണ്ട്, കണ്ടെത്തി തരുമോന്ന്. അപ്പോൾ കൈത സോർഡ് സ്മിത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ് കാണിക്കുന്നത്. ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ സോർഡ് സ്മിത്തിനാണ് കാണുന്നത്. സോർഡ് സ്മിത്ത് അവരോട് പറയുന്നത്, എന്താ ഇങ്ങോട്ടേക്ക് വരാനല്ലേ എന്നാലും ചോദിക്കുന്നതാണ്. അന്നേരം നമ്മുടെ സോർഡ് സ്മിത്തിനോട് പറയുന്നതാണ്, നമ്മുടെ കൈതോ, ഇത് നമ്മുടെ സ്ലൈം ഹീൽ ചെയ്യേണ്ട പോഷൻ എല്ലാം നമ്മുടെ ഈ സ്ലൈമാണ് കൊടുത്തത് എന്നെല്ലാം പറയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുറേ ബ്രദേഴ്സ് എല്ലാം രക്ഷപ്പെട്ടേന്ന്. അപ്പോൾ നമ്മുടെ കൈതോൻ്റെ കൂട്ടുകാരൻ പറയുന്നതാണ്, സോർഡ് സ്മിത്ത് പറയുന്നതാണ്, ഞാനിപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ സ്ലൈം കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. എന്നിട്ട് അവർ പറഞ്ഞെന്ന്, സോറി സാർ, എനിക്ക് ഇപ്പോൾ അതും ചെയ്യാൻ പറ്റില്ല, എനിക്കിപ്പം ഭയങ്കര വർക്ക് ലോഡാണ്, ഒരു റെയർ സോഡ് ഉണ്ടാകണം, അതിനുള്ള മെറ്റീരിയൽ ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കിങ്ങിൻ്റെ മിനിസ്റ്ററാണ് എനിക്ക് ഓർഡർ വന്നത്, എന്ത് ചെയ്യാനാ. അയാൾ പറയുന്നത്, ഞാനിപ്പോൾ ഇത്രയും സോഡ്സ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നീ എന്ത് സോഡ്സ് മാനാന്നെല്ലാം പറഞ്ഞിട്ട്, ഒരു പ്രൊഫഷണൽ സോഡ് സ്മിത്താണ്, നിനക്കിതെല്ലാം ഈസി ആയിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ശല്യപ്പെടുത്തുന്നത്. ഇപ്പോൾ വർക്ക് ലോഡാണ്. അതുമാത്രമല്ല, അതിന് വേണ്ട മെറ്റീരിയൽസും ഭയങ്കര റെയറാണ്. നമ്മളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയിന്, പക്ഷേ അവിടെ മോൺസ്റ്റേഴ്സിനും നമ്മളെ ഭയങ്കരമായിട്ട് പരിക്കാക്കിയിട്ട് നിങ്ങളല്ലേ നമ്മളെ രക്ഷപ്പെടുത്തിയ അതെല്ലാം പറയാമെന്നാണ്. അന്നേരം ആ സോഡ് സ്മിത്ത് പറഞ്ഞാൽ, ഇത് ഇങ്ങനെയാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല,
അതിന് വേണ്ടി ഇതില്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന്. അപ്പം നമ്മുടെ സ്ലൈം എന്ത് ചെയ്ത് തൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റെയർ ക്രിസ്റ്റൽ എടുത്ത് പുറത്തേക്ക് ഇടുന്നതാണ് കാണിക്കുന്നത്. ആ റെയർ ക്രിസ്റ്റൽ കണ്ടിട്ട് നമ്മുടെ സോർഡ് സ്മിത്ത് പറയുന്നതാണ്, ഈ റെയർ ക്രിസ്റ്റലോ ഇതെവിടുന്ന, ഇതൊരു മാജിക്കൽ ക്രിസ്റ്റലാണല്ലോ എന്നെല്ലാം പറയുന്ന. അപ്പോൾ സ്ലൈം പറയാൻ ശ്രദ്ധിച്ച് നോക്കുന്നു. അപ്പോൾ കണ്ണട നോക്കിയിട്ട് അയാൾ നോക്കുന്നതാണ്. അന്നേരം പറയുന്ന ഇത് വളരെ പ്യുവറുമാണെന്ന്. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് പറയുന്ന, നിങ്ങൾ നമ്മളോട് ഭയങ്കര വലിയൊരു സഹായമാണ് ചെയ്തത്, ഞാൻ നിങ്ങളെ സഹായത്തിന് എന്തായാലും പ്രതിഫലമായിട്ട് എന്തെങ്കിലും ചെയ്യൂ. അത് കേട്ട നമ്മുടെ റിമറു പറയുന്ന, നീ വലുതായിട്ടൊന്നും ചെയ്യണ്ട, നീ എൻ്റെ അപ്പുറം എൻ്റെ വില്ലേജിലേക്ക് വന്നാൽ മതിയെന്ന്. നമ്മളെ അവിടെയുള്ളവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കാൻ അറിയില്ല, വീടുണ്ടാക്കാൻ അറിയില്ല, ഡ്രസ്സ് ഉണ്ടാക്കാൻ അറിയില്ല, ഇതെല്ലാം ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന്. പിന്നെ നമ്മൾ സോർഡ് സ്മിത്ത് പറയുന്നത് ഇതെല്ലാം നമുക്ക് ഭയങ്കര ഈസി അല്ലേന്ന്. അപ്പോൾ അതിലൊരു സോഡ് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് സ്ലൈം അവരെല്ലാം ഒരാളൊരു സോഡ് എടുത്തിട്ട് വന്നിട്ട് റിമറു അതിങ്ങനെ ഗ്രെഡ് സ്റ്റേജ് വഴി അത് കോപ്പി ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കോപ്പി ചെയ്തിട്ട് അതേപോലത്തെ 20 നിരത്തി വെച്ച് കൊടുത്ത് അവരെ വായി തുറന്നെടുത്ത് തന്നെ ആയിപ്പോയി. റിമറു വളരെയധികം പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം റിമറു വലിയ തന്നെ 20 സോഡ് നിരത്തി വെച്ച് കൊടുത്തില്ലേ. റിമറുവിനോട് അവർ പറയുന്ന, നിങ്ങൾ പാർട്ടിക്ക് വരുമോ, അവിടെ എൽഫ്സും എല്ലാം ഉണ്ട് എന്ന്. അത് കേട്ടിട്ട് റിമറു ഒരു നിമിഷത്തേക്ക് വേറെ ലോകത്തെത്തിപ്പോയി. പിന്നെ അവരെല്ലാവരും ആ സ്ഥലത്ത് എത്തിയാണ് കാണിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ക്യൂട്ടായിട്ടുള്ള എൽഫ്സാനു. അത് കണ്ടിട്ട് റിമറു ഹെവനിലെത്തിയ പോലേനു. എൽഫാന്ന് റിമറുവിനെ കെട്ടിപ്പിടിച്ചപ്പോൾ റിമറു ബ്ലഷ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നതാണ്. പിന്നെ എല്ലാ എൽഫിൻ്റെ ഇടയിൽ അവിടെ നിൽക്കുന്നതാണ്. അന്നേരം നമ്മുടെ റിമറു അവിടെ പെട്ടപ്പോൾ കൈസൻ കണ്ടിട്ട് പറയുന്നതാണ്, നീ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് റിമറുന്ന്. പിന്നെ കൈസനും അവരുടെ ടീമെല്ലാം ഒരു വല്ലാത്ത ചിരിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് റിമറുവിനും എല്ലാവരും നാണുന്നുണ്ട്. പിന്നെ എല്ലാവരുടെ ഇടയിൽ നിന്നും അവിടെ നിന്നിട്ട് എൻജോയ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് റിമറു. പിന്നെ റിമറു പറയുന്നതാണ്, ഒരു ദിവസം സന്തോഷം ഉണ്ടാവും, അഥവാ ഇന്ന് സന്തോഷം ഉണ്ടെങ്കിൽ നാളെ എന്തായാലും സങ്കടമായിരിക്കുന്നത്. നമ്മുടെ കൈസൻ പറയുന്നതാണ്, റിമറു ഞാൻ ഒരു സോഡ് ഉണ്ടാക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു, പക്ഷെ നീ 20 സോഡ് ഇതാന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയ നീ ഭയങ്കര സംഭവമാണ്. നമ്മുടെ റിമറു ഇതെല്ലാം കേട്ടിട്ട് പറയുന്നതാണ്, നീ ഉണ്ടാക്കിയ സോഡ് ഞാൻ എൻ്റെ മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ചിട്ട് 20 ആക്കിയെന്നേ ഉള്ളൂ, അല്ലാണ്ട് അത്ര വലിയ കാര്യമൊന്നുമല്ലാന്ന്. നമ്മുടെ കൈസൻ പറയുന്നതാണ്, അത് ശരി, എന്നാൽ പിന്നെ ഒരു ദിവസം നിനക്കൊരിക്കലും കോപ്പി ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സോഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ റിമറു പറയുന്നുണ്ട്, ആയിക്കോട്ടെ എന്ന്. പിന്നീട് ഒരു എൽഫ് റിമറുവിനോട് ഡ്രിങ്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. റിമറു പറയുന്നതാണ്, നിങ്ങളുടെ കൈ കൊണ്ട് ഡ്രിങ്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ടേസ്റ്റ് ആവാനൊന്നും പറ്റില്ല എന്ന്. അങ്ങനെ എൽഫ് ആ ഡ്രിങ്ക് കൊടുത്ത് റിമറു കുടിക്കുന്നതാണ് കാണിക്കുന്നത്. അവരവിടെ ആഘോഷിക്കുന്നതാണ്. നമ്മുടെ ഗോപ്ത പക്ഷേ ഇപ്പോഴും ആ വലയിൽ തന്നെ കുടുങ്ങി കിടന്നുറങ്ങുന്നതാണ്. പിന്നീട് ഒരാൾ ചോദിക്കുന്നതാണ്, റിമറു നീ ഇത് ട്രൈ ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. റിമറു പക്ഷേ വേറെ എന്തെല്ലോ ആണ് ചിന്തിച്ചത്. റിമറു പറയുന്നത്, നിങ്ങളെ ഇഷ്ടം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ട് അവർ പറയുന്നതാണ്, ഭാവി കാലം നോക്കാൻ പറ്റുന്ന ഒരു തരം ഡയമണ്ട് അത് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവർ പറയുന്നത്, നിന്റെ ഫ്യൂച്ചർ പാർട്ട്ണറാണ് നമുക്ക് നോക്കിയാലോ എന്ന്. എന്നിട്ട് അവർ നോക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരമാണ് നമുക്കതിൽ കാണിക്കുന്നത് 5 കുട്ടികളെയും ഒരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. പിന്നെ ആ ബോൾ തിളങ്ങി അതിൻ്റെ അകത്തുനിന്നൊരു പെണ്ണിൻ്റെ മുഖമാണ് കാണിക്കുന്നത്. ആ പെണ്ണ് ശരിക്കും റിമറുവിൻ്റെ പാർട്ട്ണറാണ്, ലൈഫ് പാർട്ട്ണറാണ് അവർ പറയുന്നത്. റിമറു ഇത് കണ്ടിട്ട് പറയുന്ന, ഇവിടെ ശരിക്കും കാണാൻ ഒരു ജാപ്പനീസ് കൾച്ചറിലുള്ള പെണ്ണിനെ പോലെ ഉണ്ടല്ലോ എന്ന്. അവിടത്തേക്ക് മിനിസ്റ്റർ വെസ്റ്റ് ആണ് വരുന്നത്. ആ വെസ്റ്റ് എന്നിട്ട് പറയുന്നതാണ് കൈസനോട്, ഞാൻ നിനക്ക് സോഡ് 20 ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല, അത് നീ ഉണ്ടാക്കാണില്ലല്ലോ, എനിക്ക് ഇവിടെ വന്നിട്ട് ആഘോഷിക്കുന്നതെന്ന്. അപ്പോൾ കൈസൻ പറയുന്നതാണ്, ഇല്ല ഞാൻ 20 സോഡ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെന്ന്. മിനിസ്റ്റർ അന്തം വിട്ട് ചോദിക്കുന്നത്, എന്ത്? പിന്നെ പറയുന്നതാണ്, നമ്മുടെ സ്ലൈമിനെ കണ്ടിട്ട് ഈ ലോ ലെവൽ സ്ലൈമിനെ ആരും ഇങ്ങോട്ട് കയറാൻ പറ്റി, പിന്നെ സ്ലൈമിനെ എല്ലാം കയറാൻ വിടുമെന്ന് അവിടെയുള്ളൊരു എൽഫിനോട് ചോദിക്കുന്നതാണ്. എൽഫാണെങ്കിൽ ഇവരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ജ്യൂസ് എടുത്ത് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ആ ജ്യൂസ് എടുത്തിട്ട് എന്ത് ചെയ്ത് നമ്മുടെ സ്ലൈമിൻ്റെ തലയിലേക്ക് കൂടി വയ്ക്കുന്നതാണ്. റേസേജ് പറയുന്നതാണ്, നിങ്ങൾ 7% ആൽക്കഹോൾ അബ്സോർബ് ചെയ്തെന്ന്. ഐസൻ ഇതുകൊണ്ട് ദേഷ്യം പിടിച്ച അവൻ്റെ മൂക്കിൽ തന്നെ, അവൻ്റെ മുഖത്ത് തന്നെ ഒരു പഞ്ച് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നതാണ്, എൻ്റെ ഗസ്റ്റായ റിമറുവിനെ നീ ഏത് വകയിലെ ശല്യപ്പെടുത്തുവാന്ന്. എന്നിട്ട് റിമറുവിനോട് പറയുന്നതാണ്, ഞാൻ നിൻ്റെ ഒപ്പം വരാൻ സമ്മതമാണ്, എനിക്ക് പൂർണ്ണ സമ്മതം. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ റിമറു പിന്നെ 4 ബ്രദേഴ്സ് ഇവരെല്ലാം കൂടിയിട്ട് അവർ ജയിലിലേക്ക് കൊണ്ടുവന്നതാണ്. എല്ലാവരും പിന്നീട് ജയിലിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഗോപ്ത ഇപ്പോഴും അവിടെ തൂങ്ങിക്കടന്ന് ഉറങ്ങുന്നതാണ്. അവരെല്ലാവരും പറയുന്നതാണ്, ഇനി നമ്മളെ കോർട്ടിൽ ട്രയലിനാണ് വിടുക പറയുന്നതാണ്. വെസ്റ്റ് അത്രയും വൃത്തിയായിട്ടാനൊന്നല്ല, ഓന് കിട്ടേണ്ടതിനെ കിട്ടിയേ, പക്ഷെ ഓന് നല്ല റിസർച്ചർ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ സ്ഫോടനം കാരണം കുറേ നാശനഷ്ടങ്ങളുണ്ടായി. അതിൻ്റെ എല്ലാം കാരണം അന്യാക്കിയോനെ. അതുകൊണ്ട് എന്ത് ചെയ്ത് ഓനെക്കാട്ടും വലിയ പോസ്റ്റുള്ള പിന്നീട് ഞാനൊരു ഇതേപോലത്തെ ഒരു നോർമൽ സോർഡ് സ്മിത്ത് ആയിന്ന്. ഡിസംബർ എന്നാണ് റിമറു, ഞാൻ ഇനി എന്ത് വന്നാലും നിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. ബാക്കി 4 ബ്രദേഴ്സും പറയുന്നതാണ് നമ്മളും ഉണ്ടെന്ന്. കൈസൻ പറയുന്നത്, നമ്മളിവിടുന്ന് അങ്ങനെ രക്ഷപ്പെടുന്നു. റിമറു പറയുന്നത്, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നു. പിന്നീട് ആ കോർട്ടിലുള്ള സീനാണ് കാണിക്കുന്നത്. റിമറുവിനെ അവർ ചങ്ങലയിട്ട് കെട്ടിയതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ രാജാവിനെയാണ് കാണിക്കുന്നത്. കിങ് അഥവാ ഹീറോ കിങ് എന്ന പേരിലാണ് ഇവനെ അറിയപ്പെടുന്നത്. പിന്നീട് ജഡ്ജിനെയാണ് കാണിക്കുന്നത്. പിന്നെ അവിടുത്തെ നമ്മുടെ വെസ്റ്റേൻ്റെ
സൈഡിലുള്ള വക്കീല് പോലത്തെ ആള് അവർ പറയുന്നതാണ് നമ്മുടെ പാവം വെസ്റ്റേനെ അവർ വെറുതെ അവിടെ വന്ന വെസ്റ്റേനെ വെറുതെ പിടിച്ചടിക്കുമല്ലോ ചെയ്ത് വെസ്റ്റേന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ കുറെ കൈക്കല ഒടിവുള്ള പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കൈസൻ പക്ഷെ മുഖത്ത് മാത്രമേ അടിച്ചിട്ടുള്ളൂ. കിങ് കൈസനോട് ചോദിക്കുന്നതാണ്, കൈസൻ എങ്ങനെയുണ്ട്, സുഖം തന്നെയല്ലേന്ന്. അപ്പോൾ എല്ലാവരും കുരിഞ്ഞ് കൈസൻ പറയുന്നതാണ് യെസ് സുഖം തന്നെയാണെന്ന്. അപ്പോൾ കിങ് പറയുന്നതാണ് നീ നിന്റെ പോസ്റ്റിലേക്ക് തിരിച്ചു വന്ന്. അപ്പം നമ്മുടെ കൈസൻ പറയുന്നതാണ് ഇല്ല എൻ്റെ പുതിയ മാസ്റ്റർ റിമുറു ആണ്. അപ്പോൾ ഇതെല്ലാം കേട്ട കിങ് പറയുന്നതാണ് നീ പക്ഷേ ഈ കിങ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന്. പിന്നീട് കിങ് വെസ്റ്റേനോടാണ് പറയുന്നത്, വെസ്റ്റ നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് അറിയോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഈ രാജ്യത്തിന്റെ നന്മയെ കരുതിയിട്ടുള്ളൂ. പിന്നീട് ഒരു പോർഷനായിട്ട് അങ്ങോട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് വെസ്റ്റ പറയുന്നതാണ് ഇംപോസിബിൾ, 100% ഹീലിംഗ് ഉള്ള പോർഷനാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു പോർഷൻ കണ്ടുപിടിച്ചിട്ട് തന്നെ ഇല്ലല്ലോ. അപ്പോൾ വെസ്റ്റനോട് കിങ് പറയുന്നതാണ് ഈ പോർഷൻ തന്ന തന്നെ ആ സ്ലൈമാണ്. അത് കേട്ട വെസ്റ്റ കരയെന്നെയാണ് കാണിക്കുന്നത്. വെസ്റ്റ പറയുന്നത് ഇത്രയൊരു യൂണീക്ക് സ്ലൈമാന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇങ്ങനത്തെ തെറ്റ് ഇനിമുതൽ ചെയ്യില്ല എന്നാണ് വെസ്റ്റ പറയുന്നത്. കിങ് പക്ഷേ വെസ്റ്റേന്റെ പോസ്റ്റിൽ നിന്ന് കളയാണ് ചെയ്യുന്നത്. അപ്പം വെസ്റ്റേന്റെ പോസ്റ്റും പോയി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൈസനെ അല്ലാണ്. കൈസൻ, സ്ലൈം, പിന്നെ 3 ബ്രദേഴ്സ് അവരെല്ലാവരും കൂടി പോകാൻ നോക്കുന്നതാണ്. പിന്നീട് സ്ലൈം പറയുന്നതാണ് കാണിക്കുന്നത്, നിങ്ങളാരും പേടിക്കണ്ട, നിങ്ങളെല്ലാം ഞാൻ നല്ല രീതിയിൽ നോക്കിക്കോളുന്നു. പിന്നീട് അവർ പോകുന്നതാണ് കാണിക്കുന്നത്. 4 ചേട്ടനിയന്മാരും നമ്മുടെ റിമുറുവിൻ്റെ ഒപ്പം ആ സിറ്റിയിലുണ്ടാവും. നമ്മളെ തുടക്കത്തിൽ കാണിച്ച ആ ഹണ്ടേഴ്സ് ടീമിനെയാണ് കാണിക്കുന്നത്. അവർ വന്നിട്ട് പറയുന്നതാണ് ഗൈഡിനോട്, ഗൈഡ് അവിടെ വെൻഡോർ ഇല്ല, നമ്മൾ ഫുള്ള് ഇതായി നോക്കി, അവിടെയുള്ള മൃഗങ്ങളെല്ലാം ഭയങ്കര വയലന്റ് ആണ്. ആ ഗൈഡ് ദേഷ്യം പിടിച്ചിട്ട് കിടന്ന കാര്യം എന്താ ശരിക്കും പറയാന്ന്. അവിടെ വെൽഡോറയും ഇല്ല, പിന്നെ ബാക്കി മോൺസ്റ്റേഴ്സ് ഒന്നുമില്ല, ആരെയും കാണുന്നില്ല അവിടെ. മൊത്തം നമ്മൾ ഒപ്പീനിയൻ. ഹെഡ് മാസ്റ്റർ ഇത് കേട്ടിട്ട് പറയാന്നാണ്, ഞാൻ നിങ്ങൾക്ക് 3 ദിവസം ലീവ് തരാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് വെറുതെ അതായത് ഇത് അന്വേഷിക്കാൻ വേണ്ടി പോകണമെന്ന്. അതിൻ്റെ ഒരു ഇട പോലും വിടാണ്ട് ഫുള്ള് തപ്പി നോക്കണം അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ അവരെ 3 അവസ്ഥയും വളരെ മോശമായിരുന്നു. അവരെല്ലാം വളരെ തളർന്ന് മൊത്തത്തിൽ പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിലേനു. പിന്നീട് ഇവർ പുറത്തിറങ്ങിയിട്ട് ദേഷ്യം പിടിക്കുന്നതാണ്. ഈ ഗൈഡ് മാസ്റ്റർ എന്താ വിചാരിച്ചിട്ടുള്ളത്, നമ്മൾക്ക് വെറും 3 ദിവസത്തെ ലീവ് കിട്ടിയിട്ടുള്ളൂ, എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പുറത്തേക്ക് പോയിട്ട് പിന്നെയും പറഞ്ഞായിരിക്കണം എന്നാ ഇവരെന്താ വിചാരിച്ചിട്ടുള്ളത്. അന്നേരമാണ് അവർക്ക് പുറകുന്നൊരു വിളി കേൾക്കുന്നത്. അവർ നോക്കിയപ്പോൾ ഒരു പുതിയ ക്യാരക്ടർ ഒരു മാസ്കെല്ലാം വെച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ പറയുന്നതാണ്, നിങ്ങൾ കാട്ടിലേക്കാണ് പോകുന്നത്, നമ്മൾ അന്യം കൂട്ടുമോ? ഇത് കേട്ട ലീഡർ പറയുന്നതാണ് വേണ്ടാന്ന്. നേരെ ഗേൾ ക്യാരക്ടർ ആയിട്ടുള്ള അവരുടെ ടീമിലുള്ള പെണ്ണ് പറയുന്നതാണ് ഇല്ല കൂട്ട. എന്നിട്ട് അവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ്. എൻ്റെ പേരാണ് ആരൻ, ഇവന്റെ പേരാണ് കെവിൻ, ഇവന്റെ പേരാണ് കിഡോൺ. പിന്നീട് മാസ്കുകൾ പറയുന്നതാണ് എൻ്റെ പേരാണ് ഷിസു. പിന്നീട് അവരുടെ ലീഡർ പറയുന്നതാണ് നമ്മൾ 3 ദിവസം കഴിഞ്ഞാൽ പോവും, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെപ്പരം വരാന്ന്. പിന്നീട് റുമുറു രംഗനെ ട്രെയിൻ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. റുമുറു എന്ത് ചെയ്തിട്ട് മറ്റേ മിമിക് എബിലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മുടെ ടെമ്പസ്റ്റ് വൂൾഫിന്റെ രൂപത്തിലേക്ക് മാറുന്നതാണ് കാണിക്കുന്നത്. റംഗയ്ക്ക് ബ്ലാക്ക് ലൈറ്റ്നിങ് കാണിച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അതിന്റെ പവർ വെച്ചാൽ മുമ്പിൽ വെച്ച കല്ല് തന്നെ തകർന്നു പോയി. ഇവിടെ പറയുന്നത് ഞാൻ ഇത് അടുത്താ പഠിച്ച ഈ സിക്കില്ലെന്ന്. എന്നിട്ട് ഇവരെ 2 പേരെ മേലെയാണ് കാണിക്കുന്നത്, വില്ലേജിന്റെ മേളിൽ നിന്ന് നോക്കുന്നതാണ്. എനിക്ക് പറയുന്നതാണ് കൈസൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്, കൈസൻ എല്ലാവരും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാ പണിയെല്ലാം ഓരോ പണി എടുക്കേണ്ടതെന്ന്. പിന്നെ കൈസന്റെ അനിയനാണ് കാണിക്കുന്നത്, എങ്ങനെയാണ് ആർമർ ഉണ്ടാക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നതാണ്. എല്ലാ ഗോബ്ലിൻസും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്ന വേറെ ബ്രദറിനെയാണ്, അയാളും ഇതേപോലെ തന്നെ സ്വർണവും ഡയമണ്ടും കൊണ്ടെല്ലാം എന്തെല്ലാം ആക്കാന്ന് പെൺഗോബ്ലിൻസിനെ പഠിപ്പിക്കുന്നതാണ്. പിന്നെ കാണിക്കുന്നത് ഇവരെ ഈ വില്ലേജ് വളരെ വലുതാകുന്നുണ്ട് മെല്ലന. റിമുറു തിരിച്ച് വില്ലേജിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന വളരെയധികം ഗോബ്ലിൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ റീവുഡ് പറയുന്നതാണ് ഇവരെല്ലാം അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് വന്നാൽ ഇവിടെ വലിയൊരു മോൺസ്റ്റർ ഉണ്ട് എല്ലാവരും സംരക്ഷിക്കുന്നതെന്ന് അറിഞ്ഞിട്ട്. ഇത് കേട്ട റിമുറു എന്ന് ഗ്രേറ്റ് സേജിനോട് ചോദിക്കുന്നത് ഇവരെത്ര പേരുണ്ടാവുന്നു. അപ്പോൾ ഗ്രേറ്റ് സേജ് പറയുന്ന 500 പേരുണ്ടാവുന്നു. ഇത് കേട്ടപ്പം തന്നെ റിമുറുവിന്റെ അവസ്ഥ മോശമായി. റിമുറു പിന്നെ അവർക്ക് എല്ലാവർക്കും പേരെല്ലാം കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അവർക്കെല്ലാം പേര് കൊടുത്ത് പിന്നെയും ഡീപ്പ് സ്ലീപ്പ് 3 ദിവസത്തേക്ക് കിടന്ന് നമ്മുടെ ഗോപ്ത ബാക്കി ഗോബ്ലിൻസിന് ഒരു സ്കില്ല് കാണിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ ഗോപ്തന്റെ ശരീരത്തിൽ നിന്ന് ഷാഡോ ആയിട്ട് വൂൾഫ് എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ ഗോപ്തയെ സ്കില്ല് പഠിച്ചതെന്ന് വെച്ചാൽ ജയിലിൽ പെട്ട് കിടന്നപ്പോൾ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്ത് മനസ്സിൽ ഭയങ്കരമായിട്ട് കഠിനമായി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വൂൾഫ് വന്ന് പിന്നെ ആ വൂൾഫ് കയറിയിട്ട് നമ്മുടെ വില്ലേജിലേക്ക് എത്തുകയാണ് ചെയ്തത്. അടുത്ത സീനിൽ കാണിക്കുന്നത് റീഗുഡിനാണ്. റീഗുഡ് ഓടി വരുന്നതാണ്. റീഗുഡ് ഇപ്പോൾ ഒരു ഗോബ്ലിൻ കിങ് ആണ്. ആദ്യം ഗോബ്ലിൻ ലോഡേനു ഇവോൾവ് ആയിട്ട്. ഇവൻ ഇങ്ങനെ ഇവോൾവ് ആയതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്തുള്ള സിറ്റിയിലുള്ളവരെല്ലാം വന്നില്ലേ, അവരെല്ലാം ഇവന്റെ അണ്ടറിലായപ്പോൾ ഇവനങ്ങ് ഇവോൾവ് ആയി നമ്മുടെ റീഗുഡ്.
റീഗുഡ് പറയുന്നതാണ് പിന്നെ നമുക്കിവിടെ ഒരു സസ്പീഷ്യസ് ആയിട്ട് ഒരു സംഭവം കാണാൻ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ റിംറോ ചോദിക്കുന്നതാണ് എന്ത് സംഭവം എന്ന്. ഇപ്പോൾ റീഗുഡ് പറയുന്നതാണ് ഹ്യൂമൻസ്. നമ്മൾ ആദ്യം കണ്ട ആ 4 പേരാണ് കാണിക്കുന്നത്. അവർ ഓട്ടി വരുന്നുണ്ട്, അവരെ പുറകെ എന്തോ ഒരു ജൈന്റ് ആൻഡ് ഉള്ള പോലെ. അതുപോലെ ശരിയാണ്, ജൈന്റ് ആൻഡ് ഉണ്ട്. അപ്പോൾ മറ്റേ ഈ ലീഡറിനോട് പറയുന്നതാണ് ആ പെണ്ണ്, നീ എന്ത് പണി കാണിച്ചത്, നീ ആ ആൻറ്റിനെ തോണ്ടി ഇതാക്കേണ്ട കാര്യം ഉണ്ടേനോ. അപ്പോൾ അവള് പറയുന്ന ഞാൻ ഭൂതായിട്ട് വേണ്ടിയിട്ടാണെങ്കിൽ നിന്നെ കൊല്ലുന്നു. ലീഡർ പറയുന്നതാണ് നീ വിചാരിക്കുന്നത് നടക്കൂല, ഞാനും ഇപ്പം ചാവുന്നു. ഷിസു എന്ത് ചെയ്ത് അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ആ ആൻസിനെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുന്നതാണ്. അവിടെ വാളിന് തീ പിടിച്ച് എന്നിട്ട് അവൾ എല്ലാ ആൻസിനും ഇങ്ങനെ ഫയറിൽ കത്തിച്ചിട്ടും പിന്നെ വാളും കൊണ്ട് വെട്ടിയിട്ടെല്ലാം കൊല്ലാൻ നോക്കുന്നതാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ വായി തുറന്നെടുക്കെ തന്നെ നിൽക്കുന്നത്. അതിൽ ഒരു ആൻറ്റി മാത്രം ജീവനോടെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ആൻസിനെ കൊന്നതിന് പെട്ടെന്ന് പക്ഷെ ആ ആൻറ്റിന്റെ മേലെ ഒരു ലൈറ്റ്നിങ് വീണ് അതവിടെ ഭസ്മമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ റിംറൂവിന്റെ എൻട്രി അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ റിംറൂവിന്റെ തലയിൽ ഷിസോന്റെ മാസ്ക് വീണേനും. അപ്പം ബാക്കി എല്ലാവരും പറയുന്നതാണ് ഒരു സ്ലൈം സംസാരിക്കുമെന്ന്. അപ്പൊ റിംറോ ചോദിക്കുന്നതാണ് എന്താ സ്ലൈമിനെ സംസാരിച്ചുകൂടെയെന്ന്. എനിക്ക് ഷിസോനോട് പറയുന്നതാണ് എന്റെ മാസ്ക് ഇന്നാണ്. അന്നേരമാണ് നമുക്ക് ഷിസോന്റെ മുഖം കാണിച്ചു തരുന്നത്. ഈ പെണ്ണ് അതേ പെണ്ണാണ് ആ സ്ലൈമിന്റെ ഡെസ്റ്റിനി ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ സ്ലൈം ആൻസർ വിചാരിക്കുന്നതാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഇവളെ കണ്ടുമുട്ടെന്ന് കരുതിയില്ല എന്ന്. എന്നിട്ട് അവര് പിന്നെ തിരിച്ച് ആ 4 പേരെയും ഗോബ്ലിൻസിന്റെ വില്ലേജിലേക്ക് കൊണ്ടുവന്നതാണ്. എനിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് സ്ഥലത്തേക്ക് കയറ്റുന്നതാണ്. എന്നിട്ട് അവര് പോകണമെങ്കിൽ ഭക്ഷണം ഇതുവരെ കാണാത്ത രീതിയിലാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിംറോ മനസ്സിലാക്കുന്ന ഇവരെ 3 പേരെ എവിടെയോ കണ്ടിയല്ലോ എന്ന്. അപ്പം ഗ്രേറ്റ് സേജ് പറയുന്നതാണ് ഇത് അന്ന് കണ്ട് അതേ പിള്ളേർ ആ ഗുഹയിൽ കണ്ടെന്ന്. പിന്നെ നമ്മളെ പെണ്ണ് മാത്രം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ജാപ്പനീസ് ലോകം എങ്ങനെയാണോ കഴിക്കുന്ന ഭക്ഷണമല്ലോ അങ്ങനത്തെ രീതിയിലാണ് കഴിക്കുന്നത്. നമ്മുടെ റീഗുഡ് പറയുന്നതാണ് ഇതാണ് നമ്മുടെ മാസ്റ്റർ എന്ന്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവരെല്ലാം അന്തം വിട്ട് നോക്കുന്നതാണ്. എന്നിട്ട് ഇവർ പറയുന്നതാണ് ഒരു സ്ലൈം ഈ ഗോബ്ലിൻ വില്ലേജിന്റെ മാസ്റ്റർ ആവുമെന്ന്. അപ്പോൾ സ്ലൈം പറയുന്നതാണ് നിങ്ങൾക്കാർക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ അവർ പറയുന്നതാണ് ഇല്ല, പെട്ടെന്നൊരു ഷോക്ക് പോലെ പോയി ഇത് കേട്ടപ്പോൾ ഒന്ന്. എന്നിട്ട് സ്ലൈമോ ജോക്ക് പറയുന്നതാണ് ഞാനൊരു സാധാ സ്ലൈമാന്ന്. നേരെ ഷിസു ചിരിക്കുന്നതാണ്. ടീം ലീഡർ പറയുന്നതാണ് ഞാൻ നമ്മുടെ ഗൈഡ് മാസ്റ്ററിന്റെ ആജ്ഞപ്രകാരം ഈ ഫോറസ്റ്റ് ഒന്ന് തപ്പാൻ വേണ്ടിയിട്ട് വന്ന വേറൊരു കാര്യത്തിനല്ലാന്ന്. അപ്പൊ സ്ലൈമർ എന്നാണ് ഒരു കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോന്ന, ഞാൻ നമ്മളെ പണിയെടുത്തോളൂ, നമ്മളെ ശല്യപ്പെടുത്താൻ വരില്ല എന്ന്. അന്നേരം അവരെല്ലാം പറയുന്നതാണ് ഓക്കെ. എന്നേരാണ് നമ്മുടെ സ്ലൈം ശ്രദ്ധിക്കുന്നത് ഇവള് ശരിക്കും ഒരു ജാപ്പനീസ് പെണ്ണിനെ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇവളുടെ ഇരിക്കുന്ന സ്റ്റൈലും മൊത്തമായിട്ട് ഒരു ജാപ്പനീസ് ഗേളിന്റെ ഒരു സ്റ്റൈലിലാണ് ഇവള്. സ്ലൈമിന് ഉറപ്പായി ഓള് ജാപ്പനീസ് ഗേളാണ്. പിന്നീട് അവര് പറയുന്നതാണ് വെൻഡോറ ഡ്രാഗൺ കാണാണ്ടായും തൊട്ടിട്ട് ഇവിടെയുള്ള മോൺസ്റ്റേഴ്സ് എല്ലാം ഭയങ്കര വയലന്റാ. എന്നേ സ്ലൈം പറയുന്നതാണ് ശരിയാണ്, ഇവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര ഡേഞ്ചറാണ്. ഏറ്റവും പറയുന്നത് നിങ്ങളിവിടെ ഒരു 1-2 ദിവസം നിന്നോ, എന്നിട്ട് എൻജോയ് ചെയ്തോന്ന്. പിന്നീട് റിംറൂവും ഷിസു ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ്. എനിക്ക് ഷിസുവിനോട് റിംറൂ ചോദിക്കാൻ വരുന്ന നീ ജാപ്പനീസ് ആണോ എന്ന്. എന്നേരാണ് നമ്മുടെ റിംറൂവിനോട് ഷിസു ചോദിക്കുന്നതാണ് നീ ജാപ്പനീസ് ആണോ എന്ന്. എന്നേരം റിംറൂ പറയുന്നതാണ് അതെ ഞാൻ ജാപ്പനീസാ. നേരം റിംറൂവിനോട് ചോദിക്കുന്നതാണ് നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. നീയും ജപ്പാനല്ലേ എനിക്കറിയാന്ന്. പിന്നീട് നൈസ് മീറ്റ് പറയുന്നതാണ്. എന്നിട്ട് റിംറൂ പറയുന്നതാണ് എനിക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കഥയെല്ലാം മൊത്തം പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ ഷിസുവിനെ. അപ്പൊ ഷിസു ഇതെല്ലാം കേട്ടിട്ട് പറയുന്നതാണ് വളരെ സങ്കടമുണ്ട് ഇങ്ങനെ നടന്നതില്. അപ്പൊ റിംറൂ ചോദിക്കുന്നതാണ് നീ ഇങ്ങനെ എത്തിയെന്ന്. അപ്പൊ ഷിസു പറയുന്നതാണ് ഞാനൊരു സമനാണ്. അപ്പൊ റിംറൂവിന് മനസ്സിലായി വെൻഡോറ പറഞ്ഞു സമൻസ് എല്ലാം വരുന്നു. ഷിസു പറയുന്നതാണ് എന്റെ ഗ്രാമത്തിൽ ഇങ്ങനെ ബോംബ് മൊത്തം വീണ് മൊത്തം തീയെല്ലാം പിടിച്ച അവസ്ഥയിൽ പെട്ടെന്ന് ഞാനിവിടെ സമനാവുക ചെയ്തതെന്ന്. അപ്പൊ സ്ലൈം പറയുന്നതാണ് നീ ഒരു ഓൾഡ് ജപ്പാനോ അതോ കാലഘട്ടം മുമ്പേ ആണെന്ന്. അപ്പൊ നമ്മുടെ സ്ലൈം എന്ത് ചെയ്ത് ഈ ഗ്രേറ്റ് സേജ് ഉപയോഗിച്ചിട്ട് അവൾക്ക് പുതിയ നമ്മുടെ ജപ്പാനെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ്. അന്ന് ഓളെ കണ്ണിൽ ആ തിളക്കം കാണാം, ഒരു മാജിക്കൽ തിങ്സ്. ഫസ്റ്റിന് കാണുന്ന ഓൻ്റെ കമ്പ്യൂട്ടറാണ് മറ്റേ വെള്ളത്തിൽ കളഞ്ഞ സംഭവം അതാണ്. അപ്പൊ നമ്മുടെ സ്ലൈം നാണിച്ചിട്ട് പറയുന്നതാണ് ഈ കമ്പ്യൂട്ടർ മാത്രം നോക്കല്ലേന്ന്. പിന്നീട് ഈഫിൽ ടവർ കാണിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ അതിനുശേഷം ബുള്ളറ്റ് ട്രെയിൻ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇതെല്ലാം കണ്ടിട്ട് ഷിസുന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പിന്നെ ഒരു സിറ്റി തന്നെ മൊത്തം ഒരു സിറ്റി തന്നെ കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം കണ്ട് ഷിസു ഭയങ്കര എക്സൈറ്റഡ് ആകുന്നുണ്ട്. പെട്ടെന്ന് അവൾക്ക് നെഞ്ചിലൊരു വേദന വാങ്ങിട്ട് ഓള് ഇരിക്കുന്നതാണ്. നമ്മൾ ചോദിക്കുന്നതാണ് നിനക്കെന്നാ കുഴപ്പമുണ്ടോന്ന്. അപ്പൊ നമ്മുടെ ഷിസു പറയുന്നതാണ് ഇല്ല എനിക്കൊരു കുഴപ്പമില്ലാന്ന്. എന്നാൽ നമ്മുടെ കൈസം വന്നിട്ട് അവിടെ റിംറൂവിനെ കൂട്ടാൻ വരുന്നതാണ്. ഷിസുവിന്റെ പാസ്റ്റിലേക്കാണ് പിന്നെയും കൊണ്ടുവന്നത്. അപ്പൊ ഷിസു ഇങ്ങനെ സമനായിട്ട് നിൽക്കുമ്പോൾ ആരാണ് സമൻ ചെയ്തതെന്ന് നമുക്ക് കാണിക്കുന്നുണ്ട്. സമൻ ചെയ്ത ആളെ മുഖം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പറയുന്നതാണ് ഇതും ഒരു ഫെയിലിയർ ആണല്ലോ എന്ന്. എന്നിട്ട് അവനൊരു ഫയർ എടുത്തിട്ട് പറയുന്നതാണ്
ഇത് നിന്റെ ഭക്ഷണ, നീ പോയി കഴിച്ചോന്ന്. എൻ്റെ അപ്പോൾ എന്ത് ചെയ്ത് ഫയർ പോയിട്ട് ഓളെ കൺട്രോളിൽ എടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഷിസു ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു തൂവൽ വന്ന് വീണിട്ട് അവിടുന്ന് ഡീമൺ ലോഡ് വരുന്ന. എന്നിട്ട് ഡീമൺ പറയുന്നതാണ്, നീ ഒരു ഡീമൺ ലോഡായിട്ട് കുറെ കാലമായി നിൽക്കുന്നത്, ഇനി ഞാൻ നിന്നെ കൊന്ന് ഡീമൺ ലോഡാവും പുതിയെന്ന്. എന്നാൽ നമ്മുടെ അയാൾ പറയാൻ, ഡീമൺ ലോഡ് പറയുന്നതാണ്, നീ പോയി അവനെ അങ്ങ് തീർത്തേക്കുന്ന്. ഷിസു ആണെങ്കിൽ ഹിപ്നോട്ടൈസ് ആയ പോലെ തന്നെ ഇങ്ങനെ മുമ്പോട്ടേക്ക് നടക്കുന്നതാണ്. അന്നേരം ഓളെ ബാക്കിൽ ഒരു റെഡിഷ് ഓറയുണ്ട്, ഇങ്ങനെ ഫുള്ള് ഫയറിൽ പിടിച്ച പോലെ തന്നെ ചെന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്. ആ അറ്റാക്ക് ആ ഡീമനെ കൊണ്ടപ്പം തന്നെ ആ ഡീമൺ മിനിറ്റ് കൊണ്ട് ചാരമായി പോയി. ഡീമണിലോട് പറയുന്നതാണ്, എന്റെ പേരെന്താന്ന്. അപ്പൊ ഷിസു പറയുന്നതാണ് ഷിസുക്കി. നേരം പറയുന്നതാണ് ഡീമണിലോട്, ഇനി മുതൽ നിന്റെ പേര് ഷിസു മാത്രം. പിന്നീട് ഒരു പെൺകുട്ടീനെ കാണിക്കുന്നത്, അഥവാ ഒരു ഡീമണുമായിട്ട് ഇങ്ങനെ കളിക്കുന്നതാണ്, ഡീമൺ കുട്ടിയായിട്ട്. നേരം ആ ഷിസു അങ്ങോട്ടേക്ക് എന്നിട്ട് നോക്കുന്നതാണ്. ആ പെൺകുട്ടി പറയുന്നതാണ്, ആരോടും പറയാറ് ഈ ഡീമൺ കുട്ടീൻ്റെ അമ്മേനെ അച്ഛനൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ വളർത്തുന്നതാണ്. അപ്പൊ ഷിസു പറയുന്നതാണ്, സാരമില്ല, ഞാൻ ആരോടും പറയുന്നില്ലാന്ന്. ഷിസു പറയുന്നത്, ഞാനും കളിക്കട്ടെ. എന്നിട്ട് അവർ രണ്ടാളും ഒരു ക്യൂട്ട് മൊമെന്റ്, അവർ തമ്മിലുള്ള മൃഗവും തമ്മിലുള്ള ഒരു ക്യൂട്ട് മൊമെന്റിന് ശേഷം ഷിസു ചോദിക്കുന്നതാണ്, ഇതിന്റെ പേരെന്താന്ന്. അപ്പോൾ ആ പെണ്ണ് പറയുന്നതാണ്, ഇതിന് പേരില്ലാന്ന്. ഷിസു പറയുന്നത്, നമുക്ക് ഇതിന് പേരിടാന്ന്. പിന്നീട് പേര് കൊടുത്തതിന് ശേഷം അത് പെട്ടെന്ന് ഇങ്ങനെ തിളങ്ങുന്നതാണ് കാണിക്കുന്നത്. ഈ ലോകത്ത് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇവോൾവ് ആകും. അങ്ങനെ പിന്നെ ഇവോൾവ് ആയി. അങ്ങനെ ഇവോൾവ് ആയതിനു ശേഷം അവർ ഇതിനെ കൊണ്ട് നടക്കുന്നതാണ് കാണിക്കുന്നത്. ഷിസു അവർ രണ്ടുപേരും കൂടി ഡീമൺ ലോഡിന്റെ കാസിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഡീമൺ ഭയങ്കരമായിട്ട് വയലന്റ് ആകുന്നതാണ്. ഇത് കേട്ട് ഡീമൺ ലോഡിന് ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് ഇറിറ്റേറ്റ് ആയിട്ട് പറയുന്നതാണ്, ഷിസുവിനെ ഹിപ്നോട്ടൈസ് ആയിട്ട് പറയുന്നതാണ്, അതിനങ്ങ് തീർത്തേക്കാന്ന്. ഷിസു പിന്നെയും അതേപോലെ ഹിപ്നോട്ടൈസ് ആയിട്ട് ഫയർ പവർ ഉപയോഗിച്ച് അവർ രണ്ടുപേരും ഒന്ന് ഇല്ലാണ്ടാക്കി കളഞ്ഞ്. ഭയങ്കര പവർഫുൾ ഫയർ ആയതുകൊണ്ട് തന്നെ അവരെ ചാരം പോലും ബാക്കിയില്ല. അപ്പൊ ഇതിനെ ഹിപ്നോട്ടൈസിന് ശേഷം ഷിസു എന്ത് ചെയ്ത് ഭയങ്കരമായി കരയുന്നതാണ്. ഇത് ഓർത്തിട്ട് ഷിസു പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീക്കുന്നതാണ് കാണിക്കുന്നത്. ഷിസു മനസ്സിലാക്കുന്നതാണ് ഇത് സ്വപ്നമാണ്. പിന്നെ ഷിസുവിനെ ആരെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. ഷിസു പിന്നെ പെട്ടെന്ന് എങ്ങനെയോ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വില്ലേജ് നോക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം തന്നെ അവിടത്തേക്ക് നമ്മുടെ സ്ലൈമും വരുന്നുണ്ട്. എനിക്ക് ഈ വില്ലേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നമ്മുടെ റിമൂവ് പറയുന്നതാണ്. അന്നേരം നമ്മുടെ ഷിസു പറയുന്നതാണ്, അതെ, എനിക്ക് വില്ലേജ് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന്. നേരെ നമ്മുടെ റിമൂവ് പറയുന്നതാണ്, ഇടക്കിടക്ക് ഇവിടെ വരണമെന്ന്. ഷിസു പറയുന്നതാണ്, തീർച്ചയായും. റിമൂവിന് രംഗൊക്കെ ഭയങ്കര സന്തോഷമായി അത് കേട്ടിട്ട്. റിമൂവ് പറയുന്നതാണ്, നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാന്ന്. അപ്പോൾ നമ്മുടെ ഷിസു പറയുന്നതാണ്, വേണ്ട, എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ സിറ്റുവേഷനാണ്. എന്തും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഷിസുവിനോട്. ഷിസു ആണെങ്കിൽ ഒരു മുഖം കാണിക്കുന്നതാണ്, പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. പിന്നീട് അടുത്ത സീനിലാണ് കാണിക്കുന്നത്, അഡ്വഞ്ചർ ടീമിലെ ആ പെണ്ണിനായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ പെണ്ണ് പറയുന്നതാണ്, നിങ്ങൾക്ക് നമ്മളൊപ്പം വന്നുകൊണ്ട് നിങ്ങൾ ഭയങ്കര പവർഫുൾ ആണ് ഷിസുവിനോട്. അപ്പോൾ ഷിസു പറയുന്നതാണ്, എനിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതെന്റെ ലാസ്റ്റ് അഡ്വഞ്ചർ ആണ്. അപ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നതാണ്, അതെന്താണ്. അന്നേരമാണ് നമ്മുടെ ഷിസു റിവീൽ ചെയ്യുന്നത്, ഞാൻ 100 years ഓൾഡ് ജീവിച്ചു കഴിഞ്ഞു എന്ന്. ഇനി എനിക്ക് കൂടുതൽ ജീവിക്കണം എന്ന് ആഗ്രഹമില്ലാന്ന്. അപ്പൊ ആ പെണ്ണ് പറയുന്നതാണ്, അങ്ങനെയൊന്നും പറയാനില്ലെന്ന്. പെണ്ണിനെയും ഷിസുവിനെയും കാത്തിക്കുന്നതാണ്. അന്നേരമാണ് ഷിസു ഒരു നമ്മുടെ ബോധം കിഴന്ന രീതിയിൽ നടന്നു വരുന്നത് ആടിയാടിയിട്ട്. പെട്ടെന്ന് ഷിസുവിന്റെ മാസ്കില് ഒരു ക്രാക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ക്രാക്ക് വലുതായിട്ട് ഒരു ഗോൾഡൻ ലൈറ്റ് മേലോട്ടേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ ഗോബ്ലിൻ കിങ്ങും നമ്മുടെ റിംബറും ശ്രദ്ധിക്കുന്നുണ്ട്. അവർ വന്നു നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഷിസു പറക്കുന്നതാണ് കാണിക്കുന്നത്. ഷിസു മൊത്തം ഡേഞ്ചറായിട്ട് അവിടെ വലിയൊരു ബ്ലാസ്റ്റ് തന്നെ നടക്കുന്നതാണ്. പകുതി സ്ഥലം ഇല്ലാണ്ടാകുന്നതാണ്. ഷിസു പിന്നെയും ആ ഡീമന്റെ കൺട്രോളിലേക്ക് വരുന്നതാണ്. മൊത്തം റെഡിഷ് ആയിട്ട് ഹെയർ എല്ലാം മാറിയിട്ട് ഒരു ഫുൾ ഡീമൺ കൺട്രോൾ എടുത്തിട്ട് ബാക്കി എല്ലാവരും ഇത് കണ്ടിട്ട് ആകെ ഞെട്ടി പേടിച്ച് പറിച്ചിട്ടാണുള്ളത്. നമ്മുടെ സ്ലൈമിനാണ് ഒന്നും തിരിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. എന്താ നടക്കുന്നതെന്ന് തിരിയാണ്ടിരിക്കുമ്പോൾ അവിടെ വലിയൊരു തീയിന്റെ ഒരു ചുഴലിക്കാറ്റ് പോലെ തന്നെ ആകുന്നതാണ്. അപ്പൊ സ്ലൈം റീഗുഡിനോട് പറയുന്നതാണ്, എല്ലാ ഗോബ്ലിൻസിനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് വേഗം ഓടിപ്പോയിക്കോന്ന്. അപ്പൊ അവർ റീഗുഡെല്ലാം പറയുന്നതാണ്, നിങ്ങളെ ശ്രദ്ധിക്കണം സ്ലൈം സാറിന്. നമ്മുടെ റങ്കി ആണെങ്കിൽ റിംബ്രുവിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഷാഡോയിൽ ഒളിച്ചിട്ടുണ്ട്. റിംബ്രു റങ്കിനോട് പറയുന്നത്, ഞാൻ വിളിക്കുമ്പോൾ തന്നെ വരണമെന്ന്. റങ്കിയമ്മ നോക്കിയാണ്. ഷിസു ആണെങ്കിൽ വയലന്റ് മൂഡിൽ നിൽക്കുമ്പോൾ തന്നെ കരയുന്നതാണ്. കാരണം വെച്ചാൽ അവളെ സോളിന് ഇത് ആഗ്രഹമില്ല, പക്ഷെ അവളെ ബോഡിയാണ് കൺട്രോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഡീമണിയാണ് കാണിക്കുന്നത്, ആ ഫയർ ഡീമൺ. അപ്പോൾ ഇത് കണ്ടിട്ട് അഡ്വഞ്ചേഴ്സ് എല്ലാം വിചാരിക്കുന്നതാണ്, നമ്മൾ വിചാരിക്കുന്നത് ശരിയാണോ, ഇത് അതേ ഡീമൺ തന്നെയാണോ ഷിസു എന്ന് പറഞ്ഞ ഓൺഗ്രോ ഫ്ലെയിംസ്
എൻ്റെ മോനെ അവരെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് നമ്മളെങ്ങനെ ഇതിനെ തടയും എന്നെല്ലാം പേടിച്ചിരിക്കുന്നതാണ്. ഡീമൺ അറ്റാക്ക് ചെയ്തപ്പോൾ പെണ്ണ് മാജിക്കൽ ഇത് വെച്ചിട്ട് ഷീൽഡ് വെച്ച് രക്ഷപ്പെടുന്നതാണ്. പക്ഷേ ആ ഡീമൺ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. പിന്നീട് ആ ഫയർ ഡീമൺ 3 ഡ്രാഗനെ സമൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആയതാണ്. ചുറ്റും തീ മാത്രം, വേറെ ഒന്നും കാണാൻ പറ്റില്ല. എല്ലാം കരിഞ്ഞില്ലാണ്ടാകുന്നതാണ് നമ്മുടെ സ്ലൈമാണ് കാണിക്കുന്നത്. പിന്നെ ദേഷ്യം പിടിച്ചിട്ട് സ്ലൈം പറയുന്നതാണ്, ഇതെല്ലാം ഉണ്ടാക്കാൻ എന്തൊരു കഷ്ടപ്പാട് അറിയോ. എൻ്റെ അപ്പം നമ്മുടെ ലീഡറാണ് കാണിക്കുന്നത്. ലീഡറാണെങ്കിൽ വാളെടുത്തിട്ട് പറയുന്നതാണ്, നമ്മൾ അഡ്വഞ്ചേഴ്സ് ആണ്, നമുക്ക് എന്തായാലും ഇതിനെ തടയാൻ പറ്റിയില്ല എങ്കിലും നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പൊ സ്ലൈമിനാണ് കാണിക്കുന്നത്. പറയുന്നതാണ് ഇവരെ നല്ലവർ തന്നെയാണ്. പിന്നെ റിമ്രു ആ ഡീമണോട് ചോദിക്കുന്ന, നിനക്ക് എന്താണ് ഈ വില്ലേജ് നമ്മുടെ അടുക്കുന്ന വേണ്ടതെന്ന്. ഡീമൺ പക്ഷെ റിമ്രുവിനെ താത്തി കണ്ട് ഫയർ ബോൾ എടുത്ത് എറിയുന്നതാണ് കാണിക്കുന്നത്. ഒരു വാട്ടർ ബ്ലേഡ് അറ്റാക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ആ ഡീമന്റെ അടുത്തേക്ക് എന്നവൻ തന്നെ അതില്ലാണ്ടായി, കാരണം ഫയർ അല്ലേ. പിന്നീട് ആറിനെയാണ് കാണിക്കുന്നത്. ഐസ് കില്ല് അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ റിംറോ പറയുന്നതാണ്, നിന്റെ ഉള്ളിലുള്ള മാന മൊത്തം തീർന്നു പോകും, നീ ഇങ്ങനെ അറ്റാക്ക് ചെയ്താൽ എന്നേരം നിനക്ക് അതിനെ നശിപ്പിക്കാൻ പറ്റൂലെന്ന്. പിന്നീട് ബാക്കിയുള്ള ഡ്രാഗൺസിനാണ് കാണിക്കുന്നത്. ആ ഡ്രാഗൺസ് എല്ലാം റിംറുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നതാണ്. റിംറു ആണെങ്കിൽ അത് രക്ഷപ്പെട്ടിട്ട് നമ്മുടെ റങ്കേനെ ഒഴിച്ച് എങ്ങനെയോ ആടുന്ന് ഓടുന്നതാണ് കാണിക്കുന്നത്. പറയുന്നതാണ്, നീ ഡോജ് മാത്രം ചെയ്താൽ മതി റങ്ക, അറ്റാക്ക് എല്ലാം ഞാൻ ചെയ്തോളുന്നു. റിംറുവും റങ്കയെ ആ ഡീമന്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ ഓടിച്ചെല്ലാൻ നോക്കുന്നതാണ്. അപ്പം റിംറു പറയുന്നതാണ് ഗ്രേറ്റ് സ്റ്റേജിനോട്, ഞാൻ ഈ വെള്ളം, എൻ്റെ ശരീരത്തിലുള്ള വെള്ളം മൊത്തം എടുത്തിട്ട് ഈ ഡീമനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നശിക്കുമെന്ന്. അപ്പോൾ ഗ്രേറ്റ് സ്റ്റേജ് പറയുന്നത്, തീർച്ചയായും നശിക്കും, പക്ഷേ അതിനൊപ്പം തന്നെ കുറേ സ്ഥലങ്ങളും നശിച്ചില്ലാണ്ടാവുന്നു. അപ്പോൾ റിംറു പറയുന്നത്, വേണ്ട വേണ്ട വേണ്ട, എന്നാൽ ഞാൻ ചെയ്യുന്നില്ല എന്ന്. വിചാരിക്കുന്നതാണ് ഡീമണിൽ ഐസ് അറ്റാക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആകുന്നുണ്ട്, ഐസ് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, ഞാനും ഐസ് അറ്റാക്ക് ചെയ്താലോ എന്ന്. ഒരു പെണ്ണിനോട് പറയുന്നതാണ്, എൻ്റെ നേർക്ക് ഐസ് അറ്റാക്ക് ചെയ്യുന്നത്. ആ പെണ്ണ് പറയുന്നതാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഐസ് അറ്റാക്ക് നേരിട്ട് റിംറുവിൻ്റെ നേർക്ക് ചെയ്യുന്നതാണ്. റിംറു ഐസ് അറ്റാക്ക് ഏറ്റെടുത്തിട്ട്, അഥവാ ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് ഗ്രേറ്റ് സ്റ്റേജിനോട് നോക്കാൻ പറഞ്ഞാൽ ഗ്രേറ്റ് സ്റ്റേജ് നോക്കിയിട്ട് പറയുന്ന, ഈ നിനക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നീട് റിംറു അറിയാലോ, ഫുൾ ഐസിന്റെ ഒരു മഴ തന്നെ അവിടെ നടത്തുന്നതാണ്. ഡ്രാഗൺസിന് വലിയ തരത്തിൽ തന്നെ ഡാമേജ് പറ്റുന്നുണ്ട്. മൂന്നാമത്തെ ഡ്രാഗനാണ് കാണിക്കുന്നത്. അവർ ആ ഹണ്ടേഴ്സിന്റെ അടുത്തേക്ക് പോയിട്ട് സൂയിസൈഡ് ബ്ലാസ്റ്റ് ചെയ്യുന്ന, അഥവാ സ്വന്തം ബ്ലാസ്റ്റ് ചെയ്തിട്ട് നശിക്കുന്നതാണ്. അപ്പോൾ റിംറു ആ ബ്ലാസ്റ്റിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇത് പറ്റി, ശരീരത്തിലെല്ലാം മുറിവ്. അപ്പം റിംറു നമ്മുടെ റങ്കേനോട് പറയുന്നതാണ്, ഇവരെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയിക്കോന്ന്. അപ്പൊ റങ്കക്ക് ഇത് പോകണമെന്ന് ആഗ്രഹമില്ലേനും, പക്ഷെ റങ്ക ഓടി രക്ഷപ്പെടുന്നതാണ്. പിന്നീട് ആ ഡീമനാണ് കാണിക്കുന്നത്. റിംറു ഡീമനോട് പറയുന്നതാണ്, ഇനി നമുക്ക് നേരിട്ടോ 1v1 ഫൈറ്റ് നടത്താമെന്ന്. എന്നിട്ട് ആ ഡീമനാണ് കാണിക്കുന്നത്. കുറേ ക്ലോൺസ് ഉണ്ടാക്കുന്നതാണ് ആ ഡീമന്റെ തന്നെ. ഇത്രയും ഡീമൺസിന്റെ ഫയർ വന്നതുകൊണ്ട് തന്നെ ആ മണ്ണ് പോലും ഉരുകിപ്പോന്നാണ്. നമ്മുടെ റിംറു ഒക്കെ ഇറങ്ങിയിട്ട് ഫുള്ള് ക്രിസ്റ്റൽസിന്റെ എല്ലാ ക്ലോൺസിന്റെ നേർക്ക് ക്രിസ്റ്റൽ വിടുന്നതാണ്. അപ്പൊ ആ ഡീമൺ ഒരു മാജിക് ചെയ്യുന്നതാണ്. ആ മാജിക്കിന്റെ പേരാണ് പ്ലെയർ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അറ്റാക്കാണ്, ചുഴലിക്കാറ്റ് പോലെ തന്നെ ചെയ്യുന്നുണ്ട്. വീകുന്ന സ്ഥലം മൊത്തത്തിൽ നശിച്ച് ഒരു പൊടി പോലും ഇല്ലാണ്ടാവുന്നാണ് പറയുന്നത്. റിംറു പറയുന്നതാണ്, ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റിംറു കരയുന്നതാണ്. എന്നിട്ട് റിംറു പറയുന്നതാണ്, ഞാൻ ഇപ്പൊ അടുത്തുള്ള റീഇൻകാർണേറ്റഡ് ആയ ഞാൻ പിന്നെയും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആദ്യം ആ ബ്ലാക്ക് ലൈനിങ് വെച്ച് അറ്റാക്ക് ചെയ്താൽ മതിയെന്ന്. റിംറു പറയുന്നതാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ എന്തായാലും മരിച്ചു വന്നു. അപ്പൊ ഗ്രേറ്റ് സ്റ്റേജ് പറയുന്നത്, നീ മരിച്ചു പോവില്ല, നിനക്ക് ഫയർ നൈലിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫയർ ഒന്നും എനിക്കൊന്നും പറ്റൂലെന്ന്. ഗ്രേറ്റ് സ്റ്റേജ് റിംറുവിനെ കളിയാക്കുന്നുണ്ട്. അപ്പൊ ഗ്രേറ്റ് സ്റ്റേജിനോട് റിംറു പറഞ്ഞത്, എനിക്കറിയാൻ ഇതെല്ലാം ഉണ്ട് എന്ന്, ഞാൻ വെറുതെ തമാശ കളിച്ചല്ലേന്ന്. ഫയറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്ട്രിങ് എബിലിറ്റി ഉപയോഗിച്ചിട്ട് ആ ഡീമനെ മൊത്തം ചുറ്റുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ ഫയർ തീർന്നതിന് ശേഷം റിംറു പറയുന്നതാണ്, ഇതൊന്നും എന്നെ ഒന്നും ആക്കൂലെന്ന് ഈ ഫയർ. അപ്പോൾ ഡീമണാകെ ചിന്തിക്കുന്നതാണ്, ഇതൊന്നും സംഭവിക്കുന്നതെന്ന്. റിംറുവിനോട് ഗ്രേറ്റ് സ്റ്റേജ് ചോദിക്കുന്നതാണ്, നിനക്ക് പ്രെഡിക്റ്റർ എബിലിറ്റി ഉപയോഗിക്കണമെന്ന്. അപ്പൊ റിംറു യെസ് എന്ന് പറയുന്നതാണ്. എന്നിട്ട് ആ ഡീമനെ മൊത്തമായിട്ട് അങ്ങ് വിഴുങ്ങുന്നതാണ്. പിന്നീട് കുറച്ചേരം കഴിഞ്ഞിട്ട് ഷിസു സൈഡിൽ ഇങ്ങനെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരമാണ് നമ്മുടെ റിംറുവിന്റെ ഉള്ളിൽ ആ ഡീമനെ കാണിക്കുന്നത്. ഡീമൻ പറഞ്ഞാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. അന്നേരമാണ് അവിടെ 2 കണ്ണ് കാണുന്നത്. നമ്മുടെ വെണ്ടോറ പറയുന്നതാണ്, നീ എന്താ വിചാരിച്ചേ, നിനക്ക് റിംറുവിനെ തോപ്പിക്കാൻ പറ്റുന്നോ, ഞാനാണ് റിംറുവിന് പേര് കൊടുത്തേ എന്ന് പറയുന്നതാണ്. എന്നിട്ട് പറയുന്നതാണ്, നീ ഇനി രക്ഷപ്പെട്ട് പോന്നെ, എനിക്കൊന്ന് കാണുമെന്ന്. പിന്നീട് ഷിസുവിനെയും റിംറുവിനെയാണ് കാണിക്കുന്നത്. റിംറുവിനോട് ഷിസു പറയുന്നതാണ്, നീ എനിക്ക് വേണ്ടി ചെയ്തത് ഒരു വലിയ കാര്യം തന്നെയാണ്, നിനക്ക് എൻ്റെ സ്റ്റോറി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോന്ന് നമ്മുടെ റിംറുവിനോട് ചോദിക്കുന്നതാണ്. റിംറു പറയുന്നതാണ്, എനിക്ക് കേൾക്കാൻ സമ്മതമാണെന്ന്. എനിക്ക് കേൾക്കുന്നതാണ്. ഷിസു പറയുന്നതാണ്, ഞാൻ എങ്ങനെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സമനായെന്നും, പിന്നെ ആ ഡീമൺ ലോഡിന്റെ മുമ്പിൽ പെട്ടതും, ഡീമൺ ലോഡ് കൺട്രോൾ ചെയ്തും, പിന്നെ അവളുടെ സ്വന്തം ഫ്രണ്ടിനെ തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്ത് ഇല്ലാണ്ടാക്കിന്നു, അതെല്ലാം പറഞ്ഞിട്ട്
മൊത്തത്തിൽ സങ്കടപ്പെട്ട ഒരു അവസ്ഥയിലുണ്ട്, സെൻറ്റി അവസ്ഥയിലുണ്ട്. റിമ്രുവിന് ഭയങ്കര സങ്കടം ഇപ്പം ഇതെല്ലാം കേട്ടിട്ട്. എന്താ ആൾക്കാർ തന്നെ ഞാൻ കൊന്നതിന് ശേഷം ഞാൻ വിചാരിച്ച് ഡീമൺ ലോഡിൻ്റെ കൺട്രോളിൽ തന്നെ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഇമോഷൻസ് എല്ലാം കൺട്രോളിലാക്കിയിട്ട് ഉള്ള എല്ലാം അറിയോ ഡീമൺ ലോഡിന് എതിര് വരുന്ന എല്ലാവരുടെയും ഞാൻ നശിപ്പിച്ച് കളഞ്ഞ്. അങ്ങനെ ഞാൻ കുറേ പേരെ കൊന്നിട്ടുണ്ട്. സമയമാണ് അവിടത്തേക്ക് ഹീറോ വരുന്നത്. ഹീറോ ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്ത്, പക്ഷേ ഹീറോ തന്നെയാണ് ജയിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഹീറോ എന്നെ കൊന്നാളെന്ന്, പക്ഷെ ഹീറോ എന്നെ ക്ഷമിച്ച് വിട്ട്. അപ്പോൾ സ്ലൈം വിചാരിക്കുന്നതാണ്, ഞാൻ വിചാരിക്കുന്ന ഹീറോ തന്നെയാണോ ഇത്? എന്നെ വലിയ ആക്രമിക്കാനൊന്നും ചെയ്യാണ്ട് എന്നോട് നല്ലൊരു ഫ്രണ്ടിൻ്റെ രീതിയിൽ തന്നെ എന്നോട് ഹീറോ ബിഹേവ് ചെയ്തേ. അതേപോലെ തന്നെ ഹീറോ എനിക്ക് മാജിക് പഠിപ്പിച്ചു തന്നു. പിന്നെ കുറേ എങ്ങനെ ഈ ഡീമൻ്റെ പവർ കൺട്രോൾ ചെയ്യണമെന്നോ അങ്ങനെയെല്ലാം പഠിപ്പിച്ചു തന്ന്. അതിനുശേഷം എനിക്ക് കുറച്ച് ദിവസം ഡീമനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. പിന്നെ ഈ മാസ്കും ആ ഹീറോൻ്റെ ആണ്. ഈ മാസ്ക് കാരണം എനിക്ക് ആ ഡീമനെ കൺട്രോൾ ചെയ്യാനുള്ള മാജിക്കൽ പവേഴ്സും കിട്ടലുണ്ട്. ഇതിലൂടെ എനിക്ക് ആ ഡീമൻ്റെ പവേഴ്സും കുറച്ചും കൂടി എടുക്കാൻ പറ്റലുണ്ട് എന്ന്. കുറച്ച് ദിവസം എങ്ങനെ ആൾക്കാരെ രക്ഷപ്പെടുത്താനല്ലോ ഒന്ന്. അപ്പോൾ സ്ലൈമിനോട് പറയുന്നതാണ്, ഞാനും ഹീറോ എല്ലാം ചേർന്നിട്ട് കുറേ അധികം ദുഷ്ടന്മാരെ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നശിപ്പിച്ചിനു. അപ്പോൾ റിമ്രു ഇതെല്ലാം കേട്ടിട്ട് പറയുന്നതാണ്, നിന്റെ ഫയർ എബിലിറ്റി ഭയങ്കര വണ്ടർഫുൾ ആണ്, അമേസിങ് ആണെന്ന്. അന്നേരം നമ്മുടെ ഷിസു പറയുന്നതാണ്, പക്ഷെ ഇതൊന്നും കൂടുതൽ കാലം നീട്ടിയെന്നില്ല. ഹീറോ എന്നെ ഒറ്റക്കാക്കിയിട്ട് ഒരു ദിവസം പോയി. എന്നിട്ട് പറഞ്ഞ് എനിക്കറിയാം നീ ലോകത്തെ രക്ഷപ്പെടുത്തുമെന്ന്. എന്നിട്ട് ഞാൻ കുറേ അധികം ഡീമൺസിനോട് ഫൈറ്റ് ചെയ്തിട്ട് ആൾക്കാരെ രക്ഷപ്പെടുത്തി അതെല്ലാം ചെയ്ത്. പക്ഷെ എനിക്ക് ഈ ഡീമണിൽ നിന്നുള്ള എൻ്റെ ഉള്ളിലുള്ള ഡീമണിൽ നിന്നുള്ള കൺട്രോള് ഇത്രയും ഏജ് കൂടുന്നതിനെ കൺട്രോൾ വിട്ട് വരുന്നതിനു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഇനി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഏജ് എത്ര കൂടുന്നോ അത്ര എൻ്റെ ഡീമണിൽ നിന്നുള്ള കൺട്രോൾ കുറഞ്ഞു വരുന്നതാണ്. ഞാൻ അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ നിർത്തി. ഞാൻ പിന്നെ ടീച്ചറാകാൻ നിന്ന്. അപ്പം റിമ്രു ചോദിക്കുന്നതാണ്, ഇവിടെ ടീച്ചേഴ്സ് എല്ലാം ഉണ്ടോ, ഇവിടെ സ്കൂളിലുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞ ഇവിടെ സ്കൂളെല്ലാം ഉണ്ട്. എനിക്കൊരു 4 കുട്ടികളുണ്ട്. അവരും ഇതേപോലെ തന്നെ സമനായിട്ട് വന്ന കുട്ടികളാ. അവർ നല്ല ബോണ്ടിങ് ഉള്ള നല്ല കുട്ടികളാ. അവരിൽ ഒരു കുട്ടിയാണ് പറഞ്ഞത്, ഞാനൊരു നോർമൽ സ്ലൈമാണ് എന്നുള്ള ഡയലോഗ് ഒരു ഗെയിമിലില്ലാന്ന്. അത് നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ ഒരു ജാപ്പനീസ് ആണെന്ന്. അന്നേരം അതേ ഡയലോഗ്, ഫണ്ണി ഡയലോഗ് പിന്നെയും പറയുന്നതാണ്. റിമ്രുവിനോട് ചോദിക്കുന്നതാണ്, നിന്റെ പേരെന്നാ? അപ്പം റിമ്രു പറയുന്നതാണ്, എൻ്റെ പേരാണ് റിമ്രു ടെമ്പസ്റ്റ്. അപ്പോൾ ഷിസു പറയുന്നതാണ്, എൻ്റെ പേരാണ് ഷിസു ഹുയി. എന്നിട്ട് അവർ പറയുന്നതാണ്, ഞാൻ ജപ്പാനിൽ നിന്നാണ്. അപ്പം മറ്റോളം പറയുന്നത് ഞാൻ ജപ്പാനിൽ നിന്നാണ്. ഷിസു ബാക്കി സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഷിസുവിൻ്റെ. ഞാൻ കുറേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ചിലവരെല്ലാം എൻ്റെ പേര് നിൽക്കണം എന്നല്ല ആഗ്രഹിച്ചത്. പക്ഷേ അതായത് സാധ്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഹണ്ടർ അങ്ങനെ തീരുമാനിച്ചത്. കാരണം കാലം എത്ര കഴിയുന്നതിന് എൻ്റെ ആ ഡീമണിൽ നിന്നുള്ള കൺട്രോൾ കുറഞ്ഞു വരുന്നതിനും. പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ആരാണ് എന്നെ സമൺ ചെയ്തത് എന്ന് അറിയണമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഞാൻ നിന്നോട് കാര്യം ചോദിച്ചോട്ടെ സ്ലൈം, നിനക്ക് ദയവ് ചെയ്ത് എൻ്റെ ഒരു ആഗ്രഹം നടത്തി തരാൻ പറ്റുമെന്ന്. സ്ലൈം പറയുന്നതാണ്, തീർച്ചയായും. എന്നിട്ട് പറയുന്നതാണ്, നിനക്ക് നിന്റെ പ്രെഡിറ്റർ എബിലിറ്റി ഉപയോഗിച്ചിട്ട് എന്നെ അങ്ങ് അബ്സോർബ് ചെയ്തുകൂടെയെന്ന്. എനിക്ക് ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ലാന്ന്. സ്ലൈം ഓക്കെ പറയുന്നതാണ്. അന്നേരം നമ്മുടെ ഷിസുവാണ് കരയെന്നാണ്, നീ എനിക്ക് പീസ് അഥവാ സമാധാനത്തിൽ ഇരിക്കാലോ എന്ന്. എന്നിട്ട് സ്ലൈം പറയുന്നതാണ്, ഞാൻ നിന്റെ സ്റ്റുഡൻസിനെല്ലാം എന്തായാലും നോക്കൂ, ഇത് റിമ്രു ടെമ്പസ്റ്റ് എന്നുള്ള എൻ്റെ വാക്കാണ്. ഞാൻ തീർച്ചയായും ശ്രമിക്കും അവരെ ലോകത്തേക്ക് തിരിച്ചു വിടാൻ. എന്നിട്ട് അവരെ മൊത്തമായിട്ട് അബ്സോർബ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നതാണ്, ഷിസു റെസ്റ്റ് ഇൻ പീസ്. പിന്നീട് ഷിസുവിനാണ് കാണിക്കുക. ഷിസു സ്ലൈമിൻ്റെ ഉള്ളിലാണുള്ളത്. സ്ലൈമിൻ്റെ ഉള്ളിൽ നിന്ന് ഓള് കാണുന്നത് മൊത്തത്തിൽ ഓളെ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഓളെ അമ്മ അവിടെ ഇരിക്കുന്നതാണ് വീട്ടിൽ. അവൾ ഓടിച്ചെല്ലുന്നതാണ്. ഓടുന്നതിന് ഓളെ വയസ്സ് കുറഞ്ഞു വരുന്നതാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ അവളൊരു കുട്ടിയായി. ഇതിലൂടെ അവിടെ ആ സീന് തീർന്നു. കാണിക്കുന്നത് ആ 3 ഹണ്ടേഴ്സിനാണ്. അവർ 3 പേരും കൂടിയിട്ട് നമ്മുടെ ഗോബ്ലിൻ കിങ്ങിനോട് പറയുന്നതാണ്, നമ്മളെല്ലാവരും കൂടി ഷിസുവിനെയും നമ്മുടെ സ്ലൈമിനെയും കാണാൻ പോകുന്നതാണ്. എന്നിട്ട് സ്ലൈമിൻ്റെ റൂമിലെത്തി നോക്കിയപ്പോൾ അവരെല്ലാവരും വളരെയധികം ഷോക്കായിപ്പോയി. കാരണം ഷിസുവിൻ്റെ ബോഡിയിലാണ് ഇപ്പോൾ സ്ലൈം ഉള്ളത്, മറ്റേ പ്രെഡിറ്റർ എബിലിറ്റി ഉപയോഗിച്ച് അബ്സോർവ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ സ്ലൈമിൻ്റെ മുഖം ശ്രദ്ധിച്ച് നോക്കിയാൽ സ്ലൈം ഭയങ്കര അധികം ഷിസുവിൻ്റെ മനസ്സ് ഭയങ്കര തകർന്നു പോയി നിന്ന് കണ്ണിൽ നിന്ന് വെള്ളം കണ്ടാൽ മനസ്സിലാവും. സ്ലൈം എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. ഷിസു പറഞ്ഞേനു സ്വന്തം ശരീരം ഞാൻ പ്രെഡിറ്റർ എബിലിറ്റി ഉപയോഗിച്ചിട്ട് അബ്സോർവ് ചെയ്യണമെന്ന്. ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചില്ല, അവൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതാണ്. എനിക്ക് പക്ഷേ പെർമനന്റ് രൂപവും നല്ലത്. ഞാൻ പിന്നെ സ്ലൈമായിട്ട് മാറുന്നതായിട്ട് സ്ലൈമായി മാറി കാണിച്ചു കൊടുക്കുന്നതാണ്. പറഞ്ഞാൽ നിങ്ങളായിരുന്നു അവളുടെ ലാസ്റ്റ് അഡ്വഞ്ചർ ഗ്രൂപ്പ്.
നിങ്ങളോട് പറയേണ്ടിയായിരുന്നു, പക്ഷെ പറയാൻ മുമ്പ് നമ്മൾ ചെയ്തെന്ന്. എന്നിട്ട് അവർ പറയുന്നതാണ് കുഴപ്പമില്ല, അവൾ ആഗ്രഹിതാണെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. എന്നിട്ട് ഹണ്ടേഴ്സ് എല്ലാം റിക്വസ്റ്റ് ചെയ്യുന്നതാണ് നീ പിന്നെയും ശിശുവിന്റെ രൂപം എടുക്കുമെന്ന്. അപ്പൊ റിംറു പിന്നെയും ശിശുവിന്റെ രൂപം എടുക്കുന്നതാണ്. എനിക്ക് റിംറുവിന്റെ മുമ്പിൽ അവരെല്ലാവരും കുഞ്ഞിട്ട് പറയുന്നതാണ് സോറി ആൻഡ് താങ്ക് യു, നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തതിന് വളരെയധികം നന്ദി എന്ന് പറഞ്ഞിട്ട് അവര് പോകാൻ നിൽക്കുന്നതാണ്. അന്നേരം അവർക്ക് 3 പേർക്കും ഇങ്ങനെ ആർമർ, പിന്നെ മറ്റേ പെൺ ക്യാരക്ടറിന് മാജിക്കൽ പവേഴ്സിൽ ഒരു ഡ്രസ്സ് നല്ല ബ്യൂട്ടിഫുള്ളായ, ഇങ്ങനെ എല്ലാവർക്കും ഓരോ ആർമർ തന്നെ കൊടുത്തേ. ഈ ദിവ്യാൾക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല അത്രയ്ക്കും, എന്നാലും ഇഷ്ടപ്പെട്ടു, നല്ല പവർഫുൾ ആർമർ. പിന്നെ അവരോട് എല്ലാവരും താങ്ക് യു പറയാനാണ് ഉണ്ടാക്കി തന്നവരോട്. എന്നിട്ട് ഈ ബ്രദേഴ്സിനെ വളരെയധികം കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ താങ്ക് യു എല്ലാം പറഞ്ഞിട്ട് അവർ പോകാൻ നോക്കുന്നതാണ്. പിന്നെ അവർ പോകുന്നതാണ് നമുക്ക് കാണിക്കുന്നത്. ടാറ്റയെല്ലാം പറഞ്ഞിട്ട് എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നതാണ്. നമ്മുടെ സ്ലൈമിനാണ് എനിക്ക് സ്ലൈം നമ്മുടെ ശിശുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ സ്ലൈം പറയുന്നതാണ് ഞാൻ എന്തായാലും ശിശു നിന്റെ ആഗ്രഹങ്ങൾ നടത്തിക്കാൻ ശ്രമിക്കും, ആ കുട്ടികളെ എന്തായാലും ഞാൻ തിരിച്ച് അവരെ ലോകത്തേക്ക് തന്നെ എത്തിക്കാൻ ശ്രമിക്കും, നിന്റെ ആഗ്രഹം ഞാൻ നടത്തിയിരിക്കും, ഞാനാണ് റിംറു ടെമ്പസ്റ്റ്. പറ്റി വരേണ്ട സ്ഥലത്ത് കൂടി ഒരാൾ നടക്കുന്നതാണ് കാണിക്കുന്നത്. അയാൾ പെട്ടെന്ന് വളരെയധികം ക്ഷീണിച്ചിട്ട് അവിടെ വീഴുന്നതാണ് കാണിക്കുന്നത്. അത് ഒരു പന്നിയേനു, അഥവാ ഒരു ഡീമണായിട്ട് ആ ഡീമന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നതാണ്, ആ ഒരു മാസ്ക് മാൻ വന്നിട്ട് പറയുന്നതാണ് നീ വളരെയധികം ശക്തിയില്ലാത്തവനാണ്, നിനക്ക് ആഗ്രഹമുണ്ടോ ഞാൻ നിനക്ക് പേര് തരണമെന്ന്, നിനക്ക് പവർ തരണമെന്ന്. അപ്പോൾ അയാൾ മറ്റേ ബീസ്റ്റ് ഡീമണും പറയുന്നതാണ് ഓക്കേന്ന്. എന്നിട്ട് അപ്പോൾ അതിന് പവർ കൊടുക്കുന്നത്, അഥവാ പേര് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഈ ലോകത്തെ പേര് കൊടുത്താൽ മറ്റേത് കിട്ടുമല്ലോ, ഇവോൾവ് ആവുമല്ലോ. പറയുന്നതാണ് നീ ഗ്രേറ്റ് ഫോറസ്റ്റിൽ എന്തായാലും പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് മറ്റേ ഡീമണെ ആണെങ്കിൽ ഡീമൺ ഭയങ്കരമായിട്ട് മീറ്റ് തിന്നാണ് കടിച്ചു മുറിച്ചിട്ട് നീ എൻ്റെ ഒരു നല്ലൊരു പെറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഒട്ടും സുഖമില്ലേനു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്തയാ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.